Good. Welcome to all of you students. Next, നമ്മുടെ പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ യൂണിറ്റ് 2 ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി ചാപ്റ്ററിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്, യൂണിറ്റ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്താണ് പബ്ലിക് ഹെൽത്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോമൺലി അറിയാം എന്താണ് പബ്ലിക് ഹെൽത്ത്. പബ്ലിക് ഹെൽത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരുപാട് മെഡിക്കൽ കെയറുകളും ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അല്ലെ. ഹെൽത്ത് കണ്ടീഷൻസ് ഓക്കെ ഇല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റൽ സ്ട്രക്ചർ തന്നെ എന്താ പറയാ എന്ത് കാര്യങ്ങൾക്ക് എന്ത് വേണം, ഹെൽത്ത് കണ്ടീഷൻസ് ഓക്കെ ആവണം അല്ലെ. അപ്പൊ ഈ ഹെൽത്ത് കണ്ടീഷൻസ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളും സക്സസ് ആയിട്ട് റൺ ചെയ്യാനോ ഒരു ജോലി ചെയ്യാനോ എന്ത് കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എല്ലാം ഫേക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതില് പബ്ലിക് ഹെൽത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇത് പറയുന്നത്. നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ലോങ് ഹിസ്റ്ററി പറയുമ്പോൾ ഇയർലി കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശാസ്ത്രം ഇത്ര ഡെവലപ്മെന്റ് ആയിട്ടില്ല അല്ലെ. അപ്പൊ ആ സമയത്ത് എന്താണ് കുറെ ആളുകളുടെ വിശ്വാസം എന്താണ്, ഒരു സൂപ്പർ നാച്ചുറൽ പവർ കൊണ്ടാണ് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്നത്, നമുക്ക് അതിനു വേണ്ടിയുള്ള എല്ലാം ചെയ്തിടുന്ന ഒരു ശക്തി ഉള്ളത് കൊണ്ടാണെന്നാണ് ഈ ടൈംസിൽ ആളുകൾ വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ വേറെ പ്രത്യേക ചികിത്സകളൊന്നും ഉണ്ടാവില്ല, എന്താണ് പ്രാർത്ഥനകളും ഒക്കെ ആയിരിക്കും അല്ലെ. ചില ആളുകൾ ചില സൂപ്പർ നാച്ചുറൽ ആണോ എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ രക്ഷപ്പെടാം അല്ലെ. പക്ഷെ അത് എല്ലാ സമയത്തും അത് ആക്സസ് ആവില്ലല്ലോ. രോഗത്തിൻ്റെതായ ചികിത്സാ രീതികൾ കൊണ്ടുവരണ്ടേ. പക്ഷെ അത് അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു വിശ്വാസങ്ങളായിരുന്നു. പിന്നീട് എന്താണ് നമ്മുടെ പേഴ്സണൽ ലൈഫ് സ്റ്റൈൽ മാറിയതിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ മാറി, അതിനനുസരിച്ചുള്ള ചേഞ്ചസ് എൻവയോൺമെന്റിൽ ഉണ്ടായി. അങ്ങനെ എന്ത് ചെയ്യും, ആ സൂപ്പർ നാച്ചുറൽ ധാരണകൾ കുറെയൊക്കെ മാറ്റുവാൻ, അസാധുവാക്കപ്പെടാനുള്ള ഇത് ഉണ്ടായി. പിന്നെ ആ ഹെൽത്തിന് ആ രോഗങ്ങളെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് എന്തൊക്കെ ഉണ്ടായി, ഒരു നല്ല ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് പിന്നീട് ഉണ്ടാക്കാൻ നോക്കി. അതിനുവേണ്ടി എഫോർട്ട് എടുക്കാനും അതിനുവേണ്ടി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങൾ തന്നെ അതിന്റെ കൂട്ടായ്മ കണ്ടെത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു അല്ലെ. അപ്പൊ അതിനെ കുറിച്ചാണ് പറയണത്. എപ്പോഴും നമ്മൾ പറയുമ്പോൾ അർബൻ ഏരിയ, റൂറൽ ഏരിയ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഡിവൈഡ് ചെയ്യണത്. അർബൻ ഏരിയകളെ സംബന്ധിച്ച് എന്തായിരിക്കും, കുറച്ചും കൂടി ഫെസിലിറ്റി കൂടുതലായിരിക്കും. അവിടെ ഹെൽത്ത് കണ്ടീഷൻസ് എപ്പോഴും ഓക്കെ ആക്കാനായിട്ട് അവിടെയുള്ള ആളുകൾ തന്നെ നമ്മൾ അതിനുവേണ്ടി പ്രൊമോട്ട് ചെയ്യും ഒക്കെ ചെയ്യും. അവർക്ക് എന്താണ് കുറച്ചും കൂടി ലിറ്ററസി ഒക്കെ ഉള്ളത് കൊണ്ട് എന്താണ് കുറച്ചും കൂടി നോളജ് ഒക്കെ ഉണ്ടാവും അല്ലെ. പക്ഷെ നമ്മളൊരു റൂറൽ ഏരിയാസിലെ ആളുകൾക്ക് എന്ത് ചെയ്യണം, അവർക്ക് ഇതിന്റെ രോഗങ്ങളെ കുറിച്ചൊരു ബോധവൽക്കരണം ചെയ്യണ്ടേ. അപ്പൊ ഇന്നെന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒത്തിരി മേഖലകളുണ്ട്. ഇപ്പൊ ടി വിയിൽ വാർത്തകളൊക്കെ വന്നാണ് നമ്മൾ കൊറോണ വൈറസിനെ കുറിച്ചുള്ള വ്യാപനവും അതിനെ കുറിച്ച് വന്നതും അതിന്റെ ഡീറ്റെയിൽസും നമ്മൾ അറിഞ്ഞതൊക്കെ തന്നെ എന്താണ് മാധ്യമങ്ങൾ വഴിയാണ്. ഒന്നല്ല ഫസ്റ്റ് വേ നമ്മൾക്ക് കിട്ടിയത് എങ്ങനെയാ, സോഷ്യൽ മീഡിയാസും അതിന് ടിവിയിലെ ന്യൂസ് ചാനലുകളൊക്കെ വഴിയാണ് അല്ലെ. മറ്റത് എന്താണ്, അന്നത്തെ ആ കാലഘട്ടത്തിൽ ഒരുപാട് രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്ത് രോഗം കൊണ്ടാണ് മരിച്ചതെന്ന് പോലും ചെയ്യാൻ പറ്റാത്ത കാലഘട്ടമാണ്. അത്ര ഫെസിലിറ്റി ഒന്നും നമ്മുടെ ഇന്ത്യയിലോ ആയിരിക്കും ലോകത്തിലോ ആദ്യം വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ അല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തുണ്ട്, സോളിഡ് ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് ഫുഡ്, ഭക്ഷണ രീതികള്, നമ്മൾ താമസിക്കുന്ന സൗകര്യങ്ങള്, നമുക്കിടെ വരുമാനം, എഡ്യൂക്കേഷൻ, നമുക്ക് സമാധാനമായ അന്തരീക്ഷമാണോ ഉണ്ടാകുന്നത്, സ്റ്റേബിൾ ആയിട്ടുള്ള എക്കോസിസ്റ്റം ആണോ, അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാനും അതിനുവേണ്ടി ശ്രമിക്കാനും നോക്കി. മനസ്സിലായോ? അപ്പൊ അതാണ് പറയുന്നത്. വാട്ട് ഈസ് എ പബ്ലിക് ഹെൽത്ത്, എന്താണ് പബ്ലിക് ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താ. പബ്ലിക് ഹെൽത്ത് അതിനൊരു ടേം പറയുന്നത്, ടേം കമ്പൈൻസ് ദ വേർഡ്സ് പബ്ലിക് ആൻഡ് ഹെൽത്ത്. പബ്ലിക്കും ആരോഗ്യം, പൊതുജനാരോഗ്യം. മനസ്സിലായില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. പബ്ലിക് ഹാസ് എ സെവറൽ ഡിഫറെന്റ് മീനിങ്സ്, ഒരുപാട് മീനിങ്സ് പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റി ആണ്, സിവിക് ആണ്, മുനിസിപ്പൽ, ഫ്രീ, ഓപ്പൺ ആൻഡ് അൺറെസ്ട്രിക്റ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് കുറെ
definitions ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. As stated in Cox, there are several different ways of conceptualize health. ഒത്തിരി സിക്നസ് കുറിച്ച് റിസർച്ച് ചെയ്യുകയും our conceptions of health, sickness, according to research, influence attitudes and behaviors related to our physical well-being. നമ്മുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും എല്ലാം എന്തിനാണ് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചും രോഗങ്ങൾ വരാൻ സ്ട്രെസ് ഒക്കെ വരാലോ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചും പബ്ലിക്കിന് ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കി കൊടുക്കാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് വേരിയസ് കോൺസെപ്റ്റലൈസേഷൻസ് ഓഫ് ഹെൽത്ത്. എന്തെല്ലാം കോൺസെപ്റ്റ് ആണ് നമുക്ക് ആരോഗ്യപരമായ മേഖലകളിൽ കൊണ്ടുവരേണ്ടത്, അതിനെക്കുറിച്ച് ആണ് പിന്നെ പറയുന്നത്. ഇമ്പോർട്ടൻസ് ഹാവിങ് ഗുഡ് ഹെൽത്ത്. നമ്മൾ എന്താണ് നല്ലൊരു ഹെൽത്ത് നമുക്ക് എന്താണ് ഇമ്പോർട്ടൻസ് ആണ് അല്ലെ. പിന്നെ ഹെൽത്ത് ഹാസ് എ വേ ഓഫ് ലിവിങ്. വേ ഓഫ് ലിവിങ് എന്ന് വിചാരിച്ചാൽ നമ്മുടെ ജീവിത രീതി, നമ്മുടെ ജീവിത രീതികൾ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ നോക്കിയിരിക്കണം. അല്ല, വേ ഓഫ് ബീയിങ്, വേ നോട്ട് ബീയിങ് അൺവെൽ. നല്ല രീതിയിലല്ല അൺവെല്ലായിട്ടുള്ള കാര്യങ്ങളിൽ ആവാതിരിക്കാനും അതനുസരിച്ച് ഗുഡ് കണ്ടീഷൻസിൽ പോകാനും ഗുഡ് ഹെൽത്ത് കണ്ടീഷൻസിൽ ഇംപ്രൂവ് ചെയ്യാനൊക്കെ നമ്മൾ നോക്കണം. പിന്നെ വേ ഓഫ് ഹാവിങ് ഇന്നർ പവർ. പക്ഷേ അവരുടെ ആരോഗ്യപരമായിട്ട് നമുക്ക് വേരിയസ് കുറെ കോൺസെപ്റ്റിലുണ്ട്. അതിലൊന്ന് പറയുന്നത് ഇന്നർ പവർ ഉണ്ടെന്ന് കുറെ വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താണ് ഏബിൾ ടു ഓപ്പറേറ്റ്, എ വേ ഓഫ് ബീയിങ് ഏബിൾ ടു ഓപ്പറേറ്റ്. പിന്നെ പറയുന്നത് എ വേ ഓഫ് ബീയിങ് ഏബിൾ ടു അഡാപ്റ്റ് ടു വൺസ് എൻവയോൺമെന്റ്. ഫിസിക്കൽ ഫിറ്റ്നസ് ആസ് ഹെൽത്ത്, സ്റ്റാമിന. ഹെൽത്ത് ഈസ് മെയിൻറ്റെയിനിങ് എ ഹെൽത്തി വേ ഓഫ് ലൈഫ്. സൈക്കോളജിക്കൽ ഐഡിയ ഓഫ് ഹെൽത്ത്, ഹെൽത്ത് ആസ് ബാക്കപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോൺസെപ്റ്റ് ആയിട്ട് ഹെൽത്ത് കോൺസെപ്റ്റലൈസേഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡെയിലി എവറിഡേ ലീവ്സിൽ നമുക്ക് പല പല രോഗങ്ങളും ഡിസീസസും ഒക്കെ വരാം. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഹെൽത്തിനെ ക്യാരക്ടറൈസ് ചെയ്തത്. ഇപ്പൊ തന്നെ നമുക്കറിയാം ഒത്തിരി രോഗങ്ങള് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിൽ ഒരുപാട് രോഗങ്ങൾ സ്പ്രെഡ് ചെയ്തു. അതിനു വേണ്ടി വാക്സിനേഷൻ കണ്ടുപിടിക്കുകയും അതിന് റിസർച്ചേഴ്സ് ഉണ്ടാവുകയും അതിന് വലിയ വലിയ എന്താ പറയാ, നമ്മള് പൂനെയില് നമ്മുടെ ഒരു ലാബൊക്കെ ഇല്ലേ, അതുപോലെയുള്ള ടെക്നോളജികൾ അഡ്വാൻസ് ചെയ്യുകയും അതിനു വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റിയും നമ്മൾ ഇപ്പോൾ കുറവുന്നുണ്ട്. പക്ഷെ പണ്ട് കാലങ്ങളിൽ ഇതൊന്നും നമുക്ക് അത്ര ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എന്താണ് കുറെ ആളുകൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇയർലി ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഓഫ് ചിന്തിക്കുകയാണെങ്കിൽ കുറെ ആളുകൾ ഇതിനു വേണ്ടി ഒത്തിരി കാര്യങ്ങൾ വാക്സിനേഷൻ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് അടുത്തത്, ദിസ് ഇൻക്ലൂഡ് റെസ്പോൺസ് അഫക്റ്റഡ് പേഷ്യന്റ് റിയാക്ട്സ് സച്ച് ആസ് മാർഷൽ മാരിംഗർ 1975 ക്ലെയിംഡ് ദാറ്റ് പാത്തോളജി എന്ന് വെച്ചാൽ നമ്മുടെ വ്യാപന രോഗത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ് പാത്തോളജി ഉദ്ദേശിക്കുന്നത്. അയാൾ അതിനെ കുറിച്ച് പറയുന്നത് ഡിപ്പാർച്ചർ ഫ്രം ബയോളജിക്കൽ നോം കോസ് ഡിസീസസ്. ബയോളജിക്കലി നോം പറയണത് രോഗങ്ങളുടെ കാരണം എന്താണ്, കാര്യങ്ങളെ കുറിച്ച് എന്തെല്ലാം എന്താണ് വരുന്നത്, പേഷ്യന്റ് റിയാക്ട് അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് മാർഷൽ മാരിംഗർ അന്ന് ക്ലെയിം ചെയ്യുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ എന്തെല്ലാം അതൊരു ഫിഗർ ആയിട്ട് ബിലോ ഡയഗ്രാമറ്റിക് ഇല്ലുസ്ട്രേഷൻ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇൽനെസ് എന്ന് പറയുന്നത് ഒരു റൗണ്ടിൽ പഠിക്കുന്നുണ്ട് പുസ്തകത്തില്. ഇൽനെസ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് സിംറ്റംസ് സഫറിംഗ് പേഷ്യൻസ്. രോഗം അതായത് രോഗമാണ്, അസുഖത്തിനെയാണ് ഇൽനെസ് ഉദ്ദേശിക്കുന്നത്. ഒരു വിഷയമാണ്, അതിനെ കുറിച്ച് അതിന് സിംറ്റംസ് ഉണ്ടാക്കാനും അതിനുവേണ്ടി പേഷ്യന്റ് സഫറിങ് ചെയ്യാൻ പേഷ്യന്റിന് അതിനുവേണ്ടി മനസ്സിലാക്കി കൊടുക്കാനും ആ സിംറ്റംസ് എങ്ങനെയൊക്കെ വരുന്നതിനെ കുറിച്ചുള്ള ബോധവൽക്കരണം ഉണ്ടാക്കണം. അതുപോലെ സിക്നസ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോൺസെപ്ഷൻസ് ഓഫ് ദ കണ്ടീഷൻ. സൊസൈറ്റിയുടെ ഉള്ളിലുള്ള ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ ജലദോഷം നമ്മൾക്ക് നെയ്സൽ പ്രോബ്ലംസ് ആണ്. ആ പ്രോബ്ലംസ് തന്നെ എങ്ങനെയായിരിക്കും ആളുകളിൽ നിന്ന് കോണ്ടാക്ട് വഴി അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ചുമക്കുമ്പോ ടവൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ മാസ്ക് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അത് എന്താണ് അവിടെ നിന്ന് കുറെ കോൺസെപ്ഷൻസ് ഉണ്ടാവും. ആ കണ്ടീഷൻസ് വെക്കണം, സിക്നസ് രോഗം പടരാതിരിക്കാനുള്ള ഇത് നോക്കണം. പിന്നെ എന്താണ് ബയോമെഡിക്കൽ റെപ്രസെന്റേഷൻ, ഡിസീസ് ഓഫ് എ കണ്ടീഷൻ ഇൻ ടേംസ് ഓഫ് എത്തിയോളജി, സിംറ്റംസ് ആൻഡ് ബയോളജിക്കൽ എക്സ്പ്രഷൻ. ഹെൽത്ത്
പ്രൊഫഷണൽസ്. ഇത് എങ്ങനെയാണ് ഡയഗ്രാമാറ്റിക് ഇലിസ്ട്രേഷൻ ആയിട്ട് പറയുന്ന കാര്യങ്ങളായിട്ട് അതിനകത്ത് കിടക്കുന്നത്. ഇത് പറയുന്നത് ട്രിലോഗി ഓഫ് ഇൽനെസ്, ഡിസീസ് ആൻഡ് സിക്നസ്. ഇൽനെസ് എന്താണ്, സിക്നസിനെ കുറിച്ചും ഡിസീസിനെ കുറിച്ചാണ്. ബയോമെഡിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് കണ്ടീഷൻ ഓഫ് ടേംസ് എത്തിയോളജി. ബയോമെഡിക്കൽസ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് എത്തിയോളജി എന്ന ടേം. ഇതെന്താണ്, ബയോളജിക്കൽ എക്സ്പ്ലനേഷൻ ആണ്. ആ സിംറ്റംസിനെ കുറിച്ച് കൊടുക്കുന്നതാണ് ബയോളജിക്കൽ എക്സ്പ്ലനേഷൻ ആണ് ഹെൽത്ത് പ്രൊഫഷണൽസ് കൊടുക്കുന്നത്. അതാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് പറയുന്നത് യു ക്യാൻ സി, അതൊന്നും വലിയ കാര്യമായിട്ട് പോകേണ്ട, ഒത്തിരി കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് വേണം. അതിന് ലാർജർ കമ്മ്യൂണിറ്റീസിൽ പോപ്പുലേഷൻ, ജനസംഖ്യ കൂടിയ സ്ഥലത്ത് എന്തുണ്ടാവില്ല, ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഫിസിക്കൽ ഫിറ്റ്നസ് അവർക്ക് അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഹെൽത്ത് പരമായിട്ടുള്ള കുറെ ഫിറ്റ്നസ് സെന്റേഴ്സും, പിന്നെന്താണ് അവിടെ അവരുടെ ഫുഡിന്റെ അല്ല അക്കോമഡേഷൻ രീതികള്, ജീവിത രീതികളെ കുറിച്ചിട്ട് ഒരു ബോധവൽക്കരണം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ സം ഓഫ് ദ ടേംസ് ദാറ്റ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റി ഓവർ ടൈം. പബ്ലിക് ഹെൽത്ത് ഒരുപാട് ഓവർ ടൈമിൽ എങ്ങനെയെല്ലാം യൂസ് ചെയ്തിരുന്നു. കമ്മ്യൂണിറ്റി മെഡിസിൻസ്, അതായത് ഒരു ഏരിയയിലേക്ക് ഇപ്പൊ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി കമ്മ്യൂണിറ്റി മെഡിസിൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത്, കമ്മ്യൂണിറ്റിയുടെ ഇടയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച്, പ്രിവെൻഷൻ ഓഫ് ഡിസീസ്, രോഗം തടയാൻ, രോഗം ഉണ്ടാവാതിരിക്കാനുള്ള പ്രിവെൻഷൻസ്, സ്റ്റേറ്റ് ഓഫ് കമ്മ്യൂണിറ്റി, ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിലുള്ള കമ്മ്യൂണിറ്റിയെ കുറിച്ച്, പിന്നെ ഹെൽത്ത് മെഡിസിൻസ്, ആരോഗ്യ മേഖലയിലെ രോഗങ്ങൾക്ക് വേണ്ടിയുള്ള കറക്റ്റ് മെഡിസിൻസ് കൊണ്ടുവരാൻ, പിന്നെ ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ നമുക്ക് വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമുക്ക് ആ പേഴ്സണൽ ഹൈജീൻ ഇല്ലെങ്കിൽ പല പല രോഗങ്ങൾ ഉണ്ടാകും അല്ലെ. എല്ലാം ഈ ചില സ്ഥലത്തൊക്കെ വേസ്റ്റ് കൊണ്ടുപോകാനും വേസ്റ്റ് ഇടാനുള്ള സൗകര്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് എന്താവും, അവിടെ പല ഈച്ചകളൊക്കെ വന്നിട്ട് നമുക്ക് അങ്ങനെ കോളിക് ബാക്ടീരിയ ഒക്കെ വന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. വെള്ളത്തിലൊക്കെ മാലിന്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അത് വേണം. പിന്നെ പബ്ലിക് ഹെൽത്ത്, ജനാരോഗ്യം, പിന്നെ ന്യൂ ഹെൽത്ത് പ്രൊമോഷൻ മെഡിസിൻസ്, ആരോഗ്യപരമായ എന്താണ് നമുക്കൊരു ആരോഗ്യത്തിന് വേണ്ടിയുള്ള മെഡിസിൻസിന് വേണ്ടിയുള്ള പ്രൊമോഷൻസ്, മനസ്സിലായില്ലേ. ന്യൂ പബ്ലിക് ഹെൽത്ത്, പുതിയ പബ്ലിക്കിന്, അതായത് പബ്ലിക്കിന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള ഒരു പുതിയ വീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. എൻവയോൺമെന്റൽ ഹെൽത്ത് ഉണ്ടായിരിക്കണം. ഫുൾ മെഡിക്കൽ പോളിസി, അതായത് പോളിസീസ് ഒക്കെ ഉണ്ട്. ഗവൺമെന്റ് കുറെ പോളിസീസും കാര്യങ്ങളൊക്കെ അവർക്ക് സ്കീമുകളൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പൊ ചില രോഗങ്ങൾക്ക് വേണ്ടി നമുക്കൊരു ചെറിയൊരു ഇൻസെന്റീവ്സും അല്ലെങ്കിൽ ആ പൈസ അത്രയും വേണ്ട, അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അതിനു വേണ്ടിയാണ് അവർക്ക്. അപ്പൊ അവിടെ ഫെസിലിറ്റീസ് കൊടുക്കാനൊക്കെ നോക്കുന്ന രീതിയിലുള്ള മെത്തേഡുകളൊക്കെ കൊണ്ടുവരണം. അപ്പൊ ഫുൾ മെഡിക്കൽ പോളിസിങ് ഉണ്ടായിരിക്കണം. ഓക്കെ. അത് പബ്ലിക് ഹെൽത്തിൽ ഇതിൽ പറയുന്നത് പബ്ലിക് ഹെൽത്ത് എങ്ങനെയാണ് പറയുന്നത്, ഒരു ഡയഗ്രാമാറ്റിക് കോൺസെപ്റ്റ് ഓഫ് പബ്ലിക് ഹെൽത്ത്. പബ്ലിക് ഹെൽത്തിന്റെ കോൺസെപ്റ്റ് പറയുന്നത്, ഒന്ന് പബ്ലിക് ഹെൽത്തിൽ പ്രൊഫഷനാണ്, പിന്നെ അക്കാദമിക് ഡിസിപ്ലിൻ വേണം, ഹെൽത്ത് ഓഫ് ദ പോപ്പുലേഷൻ, ജനങ്ങളുടെ ആരോഗ്യം ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്, പ്രൊഫഷണൽസിന്റെ പ്രൊഫഷൻ ഉണ്ടാവണം, അക്കാദമിക് ഡിസിപ്ലിൻ ആണ്, പിന്നെ ഗവൺമെന്റൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കണം. ഇതാണ് പബ്ലിക് ഹെൽത്ത്. 4 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ കോൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ ഡിഫൈനിങ് പബ്ലിക് ഹെൽത്ത്, അതൊന്നും വലിയ കാര്യമായിട്ട് പോകേണ്ട. ഡിഫൈൻ ചെയ്ത പബ്ലിക് ഹെൽത്തിന്റെ ഡിഫൈൻഷൻ ഒരുപാട് ആളുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു UK ഫാക്കൽറ്റി ഓഫ് പബ്ലിക് ഹെൽത്ത് പറയുന്നത്, സയൻസ് ആൻഡ് ആർട്ട് പ്രൊമോട്ടിംഗ് ആൻഡ് പ്രൊട്ടക്ടിങ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. സയൻസ് ആൻഡ് ആർട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ആരോഗ്യം വെല്ലായിട്ട്, അതായത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇല്ലാതെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന ആളുകളെ കിട്ടുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിവെന്റിംഗ് അസുഖത്തെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ പബ്ലിക് ഹെൽത്ത് ഡിഫൈൻഡ് ആർട്ട് ആൻഡ് സയൻസ് ആൻഡ് പ്രിവെന്റിംഗ് ഡിസീസ്, അത് പറയുന്നത് ആർക്കിസൺ റിപ്പോർട്ട് 1988 WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് സൊസൈറ്റിക്ക് ഒരു ഇതാണ് വേണം. ആർട്ട് ആൻഡ് സയൻസ് പ്രിവെന്റിംഗ് ഡിസീസ്, ആർട്ട് ആൻഡ് സയൻസ് എന്തിനു വേണ്ടി നടക്കണം, രോഗങ്ങൾ തടയാൻ വേണ്ടി ആയിരിക്കണം. അപ്പൊ ലോങ് ആൻഡ് പ്രൊമോട്ട് ഹെൽത്ത് ത്രൂ ദ ഓർഗനൈസ്ഡ് എഫോർട്സ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് ഹെൽത്തിനെ കുറിച്ച് ഒരു പ്രൊമോഷൻ കൊടുക്കണം, അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഒരു ഓർഗനൈസ്ഡ് എഫോർട്ട് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അതേപോലെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പബ്ലിക് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യണം, ഹെൽത്ത് എഫിഷ്യൻസി ഉണ്ടാക്കി കൊടുക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച്, എൻവയോൺമെന്റിൽ എന്തൊക്കെയായിരിക്കണം, കമ്മ്യൂണിക്കേബിളിൽ എന്തൊക്കെയായിരിക്കണം എന്നെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ ഒരുപാട് ആളുകൾ സംസാരിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ദിസ് റിപ്പോർട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്,
ഇതിൽ വേറൊരു പോയിന്റ് ഞാൻ പറഞ്ഞു പോവാം. റിപ്പോർട്ട് ടൈറ്റിൽഡ് ദ ഫ്യൂച്ചർ ഓഫ് പബ്ലിക് ഹെൽത്ത് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ സ്റ്റേറ്റ്സ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഈസ് എ കൊയാലിഷൻ ഓഫ് പ്രൊഫഷൻസ് യൂണിറ്റ്. അതായത് നമ്മളൊരു പബ്ലിക് ഹെൽത്തിനെ കുറിച്ച്, ഫ്യൂച്ചറിലെ പബ്ലിക് ഹെൽത്തിനെ കുറിച്ച് ഒരു വിഷൻ, ഒരു ഇതുണ്ടായിരിക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം, ഓരോ സ്റ്റേറ്റിലും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടാക്കാനും അതിനുവേണ്ടി പബ്ലിക് ഹെൽത്തിന് വേണ്ടിയുള്ള എന്താ പറയാ ഓരോ പ്രൊഫഷണൽ കൊയാലിഷൻസ് എന്ന് വെച്ചാൽ ഈ തർക്കങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അപ്പൊ വേറെ അതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. പിന്നെ ഒരു ബോക്സിൽ നമുക്ക് വാട്ട് ഈസ് വിൻസ്ലോസ് ഡെഫിനിഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത് ഉണ്ട്. അതില് 1920 CA വിൻസ്ലോ, പ്രൊഫസർ ഓഫ് പബ്ലിക് ഹെൽത്ത്, Yale University, defined public health as public health is the science and art of എന്തിന് പ്രിവെന്റിങ് ഡിസീസ്, രോഗത്തെ തടയുക. പിന്നെ എന്താണ് പ്രൊലോങ്ങിങ് ലൈഫ് നമ്മുടെ ജീവിത രീതികളെ കുറിച്ചുള്ള ഇത്, പ്രൊമോട്ടിങ് ഹെൽത്ത് ആൻഡ് എഫിഷ്യൻസി ഫോർ ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റി എഫോർട്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു മോട്ടിവേഷൻസ് പോലത്തെ എഫിഷ്യൻസി അവരെ കമ്മ്യൂണിറ്റിക്ക് ഓർഗനൈസ് ചെയ്ത് കൊടുക്കുക, ത്രൂ എഫിഷ്യൻസി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പ്രൊമോഷൻസ്. അപ്പൊ അതില് തന്നെ കുറച്ച് പോയിന്റ് പറയുന്നത്. ഫസ്റ്റ് ഈ സാനിറ്റേഷൻ ഓഫ് ദ എൻവയോൺമെന്റ്. എൻവയോൺമെന്റില് സാനിറ്റേഷൻ ഓഫ് ദ എൻവയോൺമെന്റ് ക്ലീൻ ചെയ്ത് സാനിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഇൻഫെക്ഷൻസ്, എന്തെങ്കിലും പെട്ടെന്ന് സ്കിൻ ഇൻഫെക്ഷൻസും പല പല ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്കുണ്ട്, അതൊക്കെ കമ്മ്യൂണിക്കബിളിൽ കൺട്രോൾ ചെയ്യാൻ പോവാം. പിന്നെ എഡ്യൂക്കേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ഓഫ് പേഴ്സണൽ ഹൈജീനെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻസ് ഓരോ വ്യക്തികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താം. പിന്നെ എന്താണ് ഓർഗനൈസേഷൻ ഓഫ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് സർവീസസ് ഫോർ ദ ഇയർലി ഡയഗ്നോസിസ്, അതായത് ഒരു മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് സർവീസസ് സേവനങ്ങൾ ചെയ്തു കൊടുക്കാം പബ്ലിക്കിന് വേണ്ടി. എന്തിനു വേണ്ടി? ഇത് ട്രീറ്റ്മെന്റ്, ഒരു പ്രിവെന്റ്, അതായത് രോഗങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കുക. ചെറിയ ചെറിയ ഡയഗ്നോസിസ് സെന്റേഴ്സ് ഒക്കെ കൊടുക്കുക ഇല്ലേ? കൊറോണ വൈറസ് വന്നാറിന് ഇപ്പൊ എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയാം. നമ്മളെ ഒത്തിരി ഡയഗ്നോസിസ് സെന്ററും ക്ലിനിക്കലൊക്കെ വന്നിരുന്നു ആ സമയത്ത് അല്ലെ, നഴ്സിംഗ് സർവീസസ് ഒക്കെ കൊടുത്തിരുന്നു. അടുത്തത് ക്രിയേഷൻ ഓഫ് സോഷ്യൽ മെഷീനറി ടു എൻഷുർ ദാറ്റ് എവരിവൺ ഹാസ് എ ക്വാളിറ്റി ഓഫ് ലിവിംഗ് സഫിഷ്യന്റ് മെയിൻറ്റെയിനിങ് ഹെൽത്ത് സ്ട്രക്ചർ. അതായത് സോഷ്യൽ മെഷീനറി ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്വാളിറ്റി ഓഫ് ലിവിംഗില് അവർക്കടെ ഈ ഇപ്പൊ നമുക്ക് പറയാം പണ്ടൊക്കെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ ഇപ്പൊ മെഷീൻസ് ഒക്കെ ഉണ്ട് അല്ലെ, അങ്ങനത്തെ കുറെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാനൊക്കെ നോക്കാം. അങ്ങനെ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഗുഡ് ഹെൽത്തിന് വേണ്ടി ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വിൻസ്ലോ പ്രൊഫസർ പബ്ലിക് ഹെൽത്ത് ഇയർ യൂണിവേഴ്സിറ്റിയിൽ ഡിഫൈൻ ചെയ്ത കാര്യമാണ് കേട്ടോ. അത് ഫോളോ ചെയ്തിട്ട് ഈ പോയിന്റ്സ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, അപ്പൊ അത് നോക്കി വെച്ചേക്ക് കേട്ടോ. അടുത്തത് വാട്ട് ഈസ് നോട്ട് പബ്ലിക് ഹെൽത്ത്. എന്താണ് പബ്ലിക് ഹെൽത്ത് നല്ലതല്ലെങ്കിൽ എന്തൊക്കെയാണുള്ള പ്രശ്നങ്ങൾ? നോട്ട് എ സിംഗിൾ പ്രോഡക്റ്റ് സർവീസ്, ചെറിയ കാര്യങ്ങൾ. നോട്ട് എ സിംഗിൾ സ്പെഷ്യലി ബട്ട് ഇന്റർ ട്രാൻസ് ഡിസിപ്ലിനറി റിലേഷൻഷിപ്പ് എമംഗ് മെനി ഡിഫറെന്റ് പീപ്പിൾ ഓർ ഓർഗനൈസേഷൻ വൈഡ് വെറൈറ്റി ഓഫ് ടോപ്പിക്സ് ആൻഡ് ഡൈനാമിക് സിസ്റ്റം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വെബ് റിലേഷൻഷിപ്പ് എമംഗ് ഒരുപാട് ധാരാളം പീപ്പിളുടെ ഇടയിൽ, ഓർഗനൈസേഷന്റെ ഇടയിൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് എന്താ പറയാ സംസാരിക്കാം. അതിനെ കുറിച്ചുള്ള സിസ്റ്റമാറ്റിക്കിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം നമുക്ക്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വാട്ട് ഈസ് നോട്ട് പബ്ലിക് ഹെൽത്തില് 3 കാര്യങ്ങളാണ്. നോട്ട് സിംഗിൾ പ്രോഡക്റ്റ്, സിംഗിൾ ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനൊന്നും അതിൽ പറ്റില്ല, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനും പറ്റില്ല. അപ്പൊ എന്താണ് ഹെൽത്ത് പ്രൊഫഷണൽസ് ഒരു പ്ലേസിൽ മാത്രം ചെയ്യാൻ പറ്റില്ല. പിന്നെന്താണ് നോട്ട് എ സിംഗിൾ സ്പെഷ്യാലിറ്റി ബട്ട് ഇന്റർ ട്രാൻസ് ഡിസിപ്ലിനറി, ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റിക്ക് എന്താണ് ഒരു ഡിസിപ്ലിനറി ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് നമുക്ക് സാധിക്കില്ല. പിന്നെന്താണ് വെബ് റിലേഷൻഷിപ്പ് എമംഗ് മെനി ഡിഫറെന്റ് പീപ്പിൾ. വെബ് റിലേഷൻഷിപ്പ് ഉണ്ട്, ധാരാളം പീപ്പിൾ ജനങ്ങളുടെ ഇടയിൽ, ഡിഫറെന്റ് പീപ്പിളുടെ ഇടയിൽ കൊണ്ടുവന്നെങ്കിലും പീപ്പിൾസ് ആൻഡ് ഓർഗനൈസേഷൻ ഇടയിലും ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഒരാളെയും കൊണ്ട് സാധിക്കില്ല, നമ്മൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് നിന്നെങ്കിൽ മാത്രമാണ് ഇത് സാധിക്കുള്ളൂ. അപ്പൊ സിംഗിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അത് സാധിക്കില്ല. അപ്പൊ ഡൈനാമിക് സിസ്റ്റം ആണെന്നൊക്കെയാണ് പറയുന്നത്. അടുത്തത് പബ്ലിക് ഹെൽത്തിൽ എന്തെല്ലാം മെഡിക്കൽ കെയറുകൾ പ്രൊവൈഡ് ചെയ്യാം. പബ്ലിക് ഹെൽത്ത് ആസ് എ മെഡിക്കൽ, ഒരു മിനിറ്റ് കേട്ടോ. ഭയങ്കര
എന്തെല്ലാം മെഡിക്കൽ കെയറുകളാണ് പബ്ലിക് ഹെൽത്തിന് കൊടുക്കണം എന്നാണ് ചോദിക്കുന്നത്. അടുത്തത് പറയുന്നത് പബ്ലിക് ഹെൽത്തിന് എന്തൊക്കെ മെഡിക്കൽ കെയർ കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫാത്തിമ, നെക്സ്റ്റ് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഇങ്ങനെ പ്രശ്നം. സോറി. അത് പബ്ലിക് ഹെൽത്ത് വിത്ത് മെഡിക്കൽ കെയർ. എന്താണ് പബ്ലിക് ഹെൽത്ത്? എങ്ങനെയാണ് രീതിയിലുള്ള മെഡിക്കൽ കെയർ ഫെസിലിറ്റീസ് ആണ് കൊടുക്കുന്നത്? എന്തൊക്കെ വേണം പബ്ലിക് ഹെൽത്തിന് കൊടുക്കേണ്ട മെഡിക്കൽ കെയർ എങ്ങനെയാണ്? അതൊക്കെയാണ് പ്രൈമറി ഗോൾ ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് റിക്കവറി സിക്ക് ഇൻജേർഡ് പേഷ്യൻസ്. നമ്മുടെ പ്രൈമറി ആദ്യത്തെ നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈമറി ഗോളാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് റിക്കവറി സിക്ക് ഇൻജേർഡ് പേഷ്യൻസിന് ഒരു മെഡിക്കൽ റിക്കവറി ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത്. അത് ഡെലിവറി ഓഫ് സർവീസസ് ഇൻ ദിസ് കേസ് ഫോക്കസ്ഡ് ഓൺ എന്താണ് ഈ സർവീസസ് നമ്മൾ കൊടുക്കുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊടുക്കുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ ദാറ്റ് എന്ന് പറയുന്നത് ഹെൽത്ത് നോട്ട് മെഡിസിൻ. ആരോഗ്യം എന്ന് പറയുന്നത് എപ്പോഴും നോട്ട് മെഡിസിൻ. മെഡിസിൻ മാത്രമല്ല, കീവേഡ് ഇസ് ദ ഇതിന് വേണ്ടി ഒരു സെന്റൻസിൽ കീവേഡ് ആണ് ഹെൽത്ത് നോട്ട് മെഡിസിൻ എന്നുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് എംഫസൈസ് ഈസ് പ്രിവെൻഷൻ ഓവർ ട്രീറ്റ്മെന്റ്. ഇതിനു വേണ്ടി നമ്മൾ ട്രീറ്റ്മെന്റ് പ്രിവെൻഷൻ എങ്ങനെ അതിന് ട്രീറ്റ്മെന്റ് ചെയ്യാം, അതിനു വേണ്ടി പ്രിവെൻഷൻ എടുക്കാം എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. അടുത്തത് പബ്ലിക് ഹെൽത്തിന്റെ കുറച്ച് ഒരു പബ്ലിക് ഹെൽത്ത് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കൊടുത്തിട്ടുണ്ട്. അതില് എപ്പിഡമോളജി ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് പകർച്ചവ്യാധികളെ കുറിച്ചൊരു സ്ഥിതി വിവര രേഖ കണക്കുകൾ ഉണ്ടാക്കുക, അതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. പിന്നെ ഇതിൽ ഒരു ആരോ മാർക്ക് ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ സോഷ്യൽ സയൻസസ്. ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് ഒരു ഡയഗ്രമാറ്റിക്കൽ ഫിഗർ ആണ്. അത് അതിന്റെ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി വായിച്ചാൽ തന്നെ മനസ്സിലാവും. ബയോളജിക്കലി ആൻഡ് ഫിസിക്കൽ പ്ലസ് സോഷ്യൽ സയൻസസ്. ബയോളജിക്കലി എന്ന് പറയുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള സയൻസ് കൂടി കൂടിച്ചേർന്നതാണ് ബയോളജിക്കൽ എന്ന് പറയുന്നത്. ഇതില് ഫസ്റ്റ് പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ്. പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ പബ്ലിക്കിന്റെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലുള്ള ഡെവലപ്മെന്റിനെ കുറിച്ച്. പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ഉദ്ദേശിക്കുന്ന പബ്ലിക് ഹെൽത്ത് പബ്ലിക്കിന് വേണ്ടിയുള്ള ആരോഗ്യപരമായ സേവനങ്ങളെ കുറിച്ച്. പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി, ദന്തപരമായിട്ടുള്ള രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഇത്. പിന്നെ പബ്ലിക് ഹെൽത്ത് ന്യൂട്രീഷൻ, നമ്മുടെ ഫുഡ്, നമ്മുടെ ആരോഗ്യപരമായ ഭക്ഷണ രീതികളെ കുറിച്ചിട്ടുള്ള ഒരു ഇത്. പിന്നെ കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ പ്രിവെൻഷൻ മെഡിസിൻസ്, അത് കമ്മ്യൂണിറ്റിക്കും സാമൂഹ്യപരമായിട്ടുള്ളവർക്കും മെഡിസിൻസ് പ്രിവെൻഷൻസ്, എന്തെല്ലാം മെഡിസിൻസ് ഉപയോഗിക്കണം. ചിലത് ചുമ്മാ ഉള്ള ഗുളിക കിട്ടണ ഗുളിക ഇട്ട് കഴിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യപരമായിട്ടുള്ള എഡ്യൂക്കേഷൻസ്, വിവരമില്ലായ്മയ്ക്ക് അതിനു വേണ്ടിയുള്ള എഡ്യൂക്കേഷൻസ് വിദ്യാഭ്യാസം കൊടുക്കുക. പിന്നെ ഹെൽത്ത് സിമെന്റേഷൻ. പിന്നെ പബ്ലിക് ഹെൽത്ത് സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? പബ്ലിക് ഹെൽത്തിന് വേണ്ടി ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്നവരൊക്കെ എക്യുപ്മെന്റ്സ് കൊണ്ടുപോയി കൊടുക്കാനും അതിനൊക്കെ വേണ്ടി നടക്കുന്ന ആളുകൾ. പിന്നെ വെറ്ററിൻ പബ്ലിക് ഹെൽത്ത്, വെറ്ററിൻ പബ്ലിക് ഹെൽത്ത്
വാട്ടറിങ് മീൻസ് നമ്മള് രോഗങ്ങളുടെ ഒരു പാലിയേറ്റീവ് കെയർ പോലത്തുള്ള ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ സർവീസസ് കൊടുക്കുന്നത് ഹെൽത്ത് പ്രൊമോഷൻ, ഹെൽത്തിന് ആരോഗ്യപരമായ രീതിയിൽ എങ്ങനെ പ്രൊമോഷൻസ് കൊടുക്കാവുന്നത്. പിന്നെ ഡിസീസ് ഇല്ലാതിരിക്കാൻ, ഈ രോഗങ്ങൾ ഇല്ലാതിരിക്കാനുള്ള തടയൽ, പിന്നെന്താണ് മെഡിക്കൽ കെയർ, പിന്നെന്താണ് റീഹാബിലിറ്റേഷൻ സെന്റർ, പിന്നെന്താണ് പാലിയേറ്റീവ് കെയർ. ഇത്രയാണ് നമ്മൾ സർവീസസ് ആയിട്ട് പറയുന്നത്. അപ്പൊ പബ്ലിക് ഹെൽത്തിന്റെ ഈ ഒരു ഫിഗർ പഠിച്ചാൽ തന്നെ എന്താണ് മെഡിക്കൽ കെയർ എന്ന് വെച്ചൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. പിന്നെ പബ്ലിക് ഹെൽത്ത് ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ്, പബ്ലിക് ഹെൽത്ത് എങ്ങനെയുള്ള ഹിസ്റ്ററി, ഇന്റർവെൻഷൻ ചെയ്തതൊക്കെയുള്ള കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ നമ്മള് ഹെൽത്ത് ഒരുപാട് പോപ്പുലേഷൻസ് ലെവൽ കൂടുതലായിരുന്നു. ഒന്ന് എന്താ പറയാ, എന്താണ് ഒരു വീടുകളിൽ തന്നെ ഒത്തിരി കുട്ടികൾ ഉണ്ടാവും. ഈ കുട്ടികളെല്ലാം ജീവിക്കണം എന്നൊന്നുമില്ല. അന്നൊക്കെ 1, 2, 3 കുട്ടികൾ ഡെത്ത് ആവുന്ന സീസൺസ് ആയിരുന്നു. ആ ഇയർലി ബാക്ക് ഓഫ് ചെയ്ത് നമ്മുടെ അപ്പൂപ്പന്റെ അമ്മമ്മയുടെ കാലമൊക്കെ എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും. കാരണം എന്താ, അവിടെ 10 കുട്ടികൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1, 2 പേര് മരണപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ പിന്നെ എന്താണ്, ജനസംഖ്യ കൂടുതലല്ലേ ഓരോ ജനക്ക്, അതായത് അതിന് വേണ്ടിയുള്ള ഇതൊന്നും ഇല്ല, അത്രയും ഫെസിലിറ്റീസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു. അതിനുവേണ്ടി കുറെ എഫോർട്ട് എടുത്ത കുറെ ആളുകളുണ്ട്. ഇവർ ഇൻക്ലൂഡ് അവർക്ക് എന്താണ് ഒരു വിശ്വാസപരമായിട്ടുള്ള ഒരു രീതികളൊക്കെ ഉണ്ടായുള്ളൂ. എന്താ പറയാ, നമ്മുടെ ദൈവം മാറ്റും, അല്ലെങ്കിൽ ദൈവമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ ഇല്ലാത്തത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചുള്ള വിശ്വാസങ്ങളും അതൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് അല്ലെ. അല്ലെ ഫോർ എക്സാമ്പിൾ, ഇൻ ഇന്ത്യ there is a practice worshipping സീതാല മാത, ഹിന്ദു ഗോഡസ് ഓഫ് പോക്സ് ഡിസീസസ്. മനസ്സിലായില്ലേ? അതായത് ഇന്ത്യയില് ഒരു വർഷിപ്പിക്കുന്നത് സീതാല മാത എന്ന് പറഞ്ഞ ഒരു വർഷിപ്പിങ്, അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ എല്ലാവരും എന്താണ്, ദൈവത്തിന് അവിടെ പോയി ഇന്ന് പ്രാർത്ഥിക്കുന്നതിന് പോക്സ് ഡിസീസസ് എന്ന് വെച്ചാൽ ഈ വസൂരി അങ്ങനെയുള്ള ചെറിയ അങ്ങനെയുള്ള രോഗങ്ങൾക്ക് വേണ്ടി അവിടെ ചെന്നൈമറ്റ് ഈസ് ബിലീവ് ദാറ്റ്, അതായത് അവരുടെ പവർ കൊണ്ട് ചിലപ്പോൾ മാറി എന്നുള്ള ഒരു വിശ്വാസമൊക്കെ അന്ന് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അത് ചില സമയത്ത് എന്തോ പവറാണ്, എന്താ ചിലപ്പോ മാറിയെന്നിരിക്കാം, ചിലപ്പോ എന്ത് ചെയ്യും അത് സ്പ്രെഡായി പല ആളുകൾക്കും വരും. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചില അസുഖം മാറില്ല, ഒത്തിരി ഓവർ ആവാതെ. ഇപ്പൊ കൊറോണ വന്ന് ഒരുപാട് പേര് നമ്മുടെ ഡെത്ത് ആയില്ല, പക്ഷെ എല്ലാവർക്കും കൊറോണ വന്നിട്ടുണ്ട്, നമ്മളിൽ ഓരോരുത്തർക്കും വന്നിട്ടുണ്ട്, പക്ഷെ അവരെല്ലാവരും ഡെത്ത് ആയില്ല. ചില പേർക്ക് എന്താ ഈ നമ്മുടെ റെസ്പിറേറ്ററി ശ്വാസകോശവുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ പെട്ടെന്ന് കയറി പിടിക്കാൻ സാധ്യത. അങ്ങനെ വരുമ്പോൾ ശ്വാസം മുട്ടും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഡെത്ത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അത് സംഭവിക്കണമെന്നില്ല. അത് ഓരോ ഇതാണ്. അത് സൂപ്പർ നാച്ചുറൽ പവർ എന്നാണ് പറയണമെങ്കിൽ അങ്ങനെ, അത് അന്നത്തെ വിശ്വാസം അങ്ങനെയായിരുന്നു. പിന്നെ ദിസ് കോൺസെപ്റ്റ് ഓഫ് പോപ്പുലേഷൻ ബേസ്ഡ് ഇന്റർവെൻഷൻ ഡേറ്റ്സ് ബാക്ക് അറ്റ് ദ ടൈം ഗ്രീക്ക് ഫിസിഷ്യൻ ഹിപ്പോക്രാറ്റസ് ഒരു ഫിഗർ അതിന് കൊണ്ടുവന്നു. ഹിപ്പോക്രാറ്റസ് ലീവ്ഡ് ഏത് വർഷമാണ്? 460 BC, 370 BC-യിലാണ് ഹിപ്പോക്രാറ്റസ് ഉണ്ടായിരുന്നത്. ട്രഡീഷണൽ മെഡിസിൻ സെപ്പറേറ്റഡ് ഇറ്റ്സെൽഫ് ഫ്രം മിസ്റ്റിക്കൽ ആൻഡ് റിലീജിയസ് ഹീലിംഗ് പ്രാക്ടീസസ്. ട്രഡീഷണൽ മെഡിസിൻ ഇല്ല, കുറെ റിലീജിയസ് രീതിയിലുള്ള പ്രാക്ടീസ് ഒക്കെ കൊണ്ടുവന്നു. പിന്നെ എന്താണ്, അതിനു വേണ്ടി ആയുർവേദ, ചൈനീസിൽ കുറെ 19th സെഞ്ചുറി ആയപ്പോ സിവർ വെയിനെ കുറിച്ചൊരു പ്രാക്ടീഷണേഴ്സ് ഉണ്ടായി. ആയുർവേദ ചൈനീസ് മെഡിസിൻസ് ഇൻ ഇന്ത്യ 400 BC-യില് അവരെന്താണ് അതിന് ലൈഫ് സ്റ്റൈല്, പേഴ്സൺസിന്റെ ഹെൽത്തിനെ കുറിച്ച്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, ഡയറ്റ് എങ്ങനെയായിരിക്കണം, അതിനെ കുറിച്ച് ഒരു ഇത് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. പിന്നെ later until the 19th century, 2 theories of miasma theory and theory of contagion established a framework of public health practice in Europe. അതായത് തിയറി ഓഫ് കോണ്ടാജിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒരു പബ്ലിക് ഹെൽത്തിന്റെ കൂടെ ഒരു ഫ്രെയിം വർക്കാണ്. അത് പ്രാക്ടീസ് ചെയ്ത് യൂറോപ്പിലായിരുന്നു കേട്ടോ. ഓരോ സ്ഥലത്താണ് ഓരോന്ന് കൊണ്ടുവന്നത്. അതൊക്കെ 19th സെഞ്ചുറിയിലാണ് കൊണ്ടുവന്നത്. അതേപോലെ ഗലൻ ഓഫ് പെർഗമൻ, അതായത് AD എന്ന് വെച്ചാൽ AD നൂറ്റാണ്ട് BC കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം. 129 AD to 210 AD, a physician, surgeon and philosopher in the Roman Empire development miasma theory. ഒരു ഫിസിഷ്യൻസും സർജനും ഫിലോസഫറൊക്കെ കൂടി ഒരു റോമൻ ചരിത്രകാലത്തിൽ, റോമൻ രാജാക്കന്മാരുടെ എംപയറിന്റെ കാലത്ത് ഇതെന്താണ് മിയാസ്മ തിയറി ഡെവലപ്പ് ചെയ്തു. തിയറി ഓഫ് മിയാസ്മയിൽ പറയുന്നത് ഓർ ബാഡ് എയർ കോസിങ് സിക്നസ്, ബാഡ് എയർ ശ്വസിക്കുന്നത് കൊണ്ടാണ് സിക്നസ്, രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ഇതുണ്ടായി. പ്രപ്പോസ് ദാറ്റ് വേപ്പർ ഇൻ മിസ്റ്റർ ബാഡ് എയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ അതിന് വേണ്ടി എന്താണ് വുഡ് എൻഡർ കോൾഡ് അത് ക്രിയേറ്റ് ചെയ്ത ഡിസീസ് ബിക്കോസ് അൺപ്ലസന്റ് ഓർഡർ. അതുകൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നതെന്നും മറ്റേ ബ്ലഡ് ലെറ്റിംഗ് വാസ് യൂസ് ടു റിമൂവ് ടോക്സിക് ഫോൾ സ്മെല്ലിംഗ് ഉപയോഗിച്ചിട്ട് ഫോൾ സ്മെല്ലിംഗ് ഒക്കെ ശ്വസിച്ചിട്ടാണ് അതിനൊക്കെ റിമൂവ് ചെയ്യാനും അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനുള്ള തെറാപ്പികളും ഒക്കെ കൊണ്ടുവരാൻ നോക്കി. പിന്നെന്താണ് ഇൻ മെഡിസിൻസ് ഇൻ ജെം തിയറി ഹോൾഡ് ദാറ്റ് ഇൽനെസ് മൈക്രോ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യാനും അത് രോഗങ്ങൾക്ക് തടയാൻ നല്ലതാണെന്നും ജെം തിയറി, അതായത് കീടാണുക്കളെ കുറിച്ച് പഠിക്കുന്നത്. ചെറിയ ചെറിയ കീടാണുക്കൾ നമുക്ക് മൈക്രോസ്കോപ്പിക് വെച്ച് കാണുന്ന മെത്തേഡുകളൊക്കെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ 3 men who are predicted developing a GEM hypothesis are the ഫ്രഞ്ച് കെമിസ്റ്റ് മൈക്രോബയോളജിസ്റ്റ് ലൂയിസ് പാസ്റ്റർ. ലൂയിസ് പാസ്റ്റർ നമ്മൾക്ക് അറിയാവുന്ന ആളാണല്ലേ, കേട്ടിട്ടില്ലേ? ഇംഗ്ലണ്ട് സർജൻ ജോസഫ് ലിസ്റ്റർ ആൻഡ് ജർമ്മൻ ഡോക്ടർ റോബർട്ട് കോച്ച്. ഇതൊക്കെയാണ് പാസ്റ്ററും ഇവരൊക്കെ കൂടി നമുക്ക് 19th സെഞ്ചുറി മൈക്രോബ്സിനെ കുറിച്ചൊരു മൈക്രോബ്സ് എങ്ങനെ വന്ന വായുവിലൂടെ വരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചും ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരികയും അതിനെക്കുറിച്ച് വാക്സിനേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്ത ആളുകളാണ്. ലിസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് സ്റ്റെറിലൈസേഷൻ യൂസിങ് കാർബോളിക് ആസിഡ്, അതായത് ഫിനോൾ. അതിനെ കുറിച്ച്, അതായത് ലിസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റെറിലൈസേഷൻ യൂസിങ് കാർബോളിക് ആസിഡ്, എങ്ങനെ ഫിനോൾ എങ്ങനെയാണ് ജെംസിനെ കൊല്ലുന്ന രീതിയിലുള്ള കാര്യങ്ങളും അതിനെ സർജിക്കൽ പ്രാക്ടീസിൽ ഉപയോഗിക്കണം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എക്സ്പോർട്ട് എയർ ജെംസ് ഇൻ 1960. എയർ ജെംസ്, വായുവിലുള്ള ജെംസിനെ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാന്നുള്ളത് ഒരു സർജിക്കൽ പ്രാക്ടീസ് പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഉണ്ടായി. കോച്ച് ഡിസ്കവർ ദ ടേംസ് ദ കോസ് കോളറ ആൻഡ് ട്യൂബർകുലോസിസ് ഇൻ 1880s. കോച്ച് എന്താണ് ജോസഫ് അല്ലല്ലോ, അയാളുടെ പേരെന്താ, ജർമ്മൻ റോബർട്ട് കോച്ച് എന്ത് ചെയ്തു, അയാളാണ് ഇത് ജെംസ് എങ്ങനെയുള്ള കോളറ ഡിസീസസ് ഇല്ലാതിരിക്കാനും അതിനു വേണ്ടി ട്യൂബർകുലോസിസിനെ കുറിച്ചുള്ള കാരണങ്ങൾ എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളതിനെ കുറിച്ച് അത് ഡിസ്കവർ ചെയ്തു. ജെം ഹൈപ്പോത്തിസിസ് കോൺട്രിബ്യൂട്ടഡ് ന്യൂ അണ്ടർസ്റ്റാൻഡിങ് ദ റോൾ ഓഫ് പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസം. അപ്പൊ മനസ്സിലായില്ലേ, ഈ പബ്ലിക് ഹെൽത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്ത ആളുകളാണ് ലൂയിസ് പാസ്റ്റർ, റോബർട്ട് കോച്ച്, എഡ്വേർഡ് ജെന്നർ ഒക്കെ. അങ്ങനെ അവരെന്താണ്, എഡ്വേർഡ് ജെന്നർ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് കൺട്രി ഫിസിഷ്യൻ. അയാളെ 18th സെഞ്ചുറിയിലാണ് ആ ഒരു കാലഘട്ടത്തിൽ എന്ത് കൊണ്ടുവന്നു, സ്മോൾ പോക്സ് വാക്സിൻ കൊണ്ടുവന്നു. സ്മോൾ പോക്സ് വാക്സിൻ, വസൂരി, അങ്ങനെയുള്ള കുറെ ഇതിനു വേണ്ടി വാക്സിനേഷൻ ഒക്കെ കൊണ്ടുവന്നു. അത് എന്താണ് ജനറൽ ക്രിയേറ്റഡ് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കി കൊടുക്കാനും, കൗപോക്സ് ഡിസീസസ് ഇല്ല, ആന്ത്രാക്സ് രോഗങ്ങളെ കുറിച്ചും അതിനെ ഹൈപ്പോത്തിസ് ചെയ്യാനുള്ള ഇമ്മ്യൂണൽ പവർ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അത് സെർച്ച് ചെയ്യുകയുണ്ടായി. മനസ്സിലായോ? ജനറൽ എക്സ്പോസ്ഡ് ബോയ് സ്മോൾ പോക്സ് ഫ്യൂ ഡേയ്സ് ലേറ്റർ. അത് മനസ്സിലായില്ല. അതിന് വാക്സിനേഷൻ എന്ന പേരുണ്ടാക്കിയത് ലാറ്റിൻ വേർഡായ കൗവിൽ നിന്നാണെന്നാണ് പറയുന്നത്. കൗവ് ലാറ്റിൻ വേർഡ് ഫോർ കൗ, അതായത് കൗവിൽ നിന്നാണ് ആ പേരെടുത്തത്. ജെന്നർ നെയ്മഡ് ദിസ് ന്യൂ ടെക്നിക് വാക്സിനേഷൻ വക്ക. അതായത് ജെന്നർ നെയിം ചെയ്ത വാക്സിനേഷൻ എന്ന വേർഡ് വക്ക എന്ന വേർഡ് കൗവിൽ നിന്നാണ്, ലാറ്റിൻ വേർഡ് ഓഫ് കൗവിൽ നിന്നാണ്, വക്ക എന്നാണ് ലാറ്റിൻ വേർഡ്. അതിൽ നിന്നാണ് കവ് വാക്സിനേഷന്റെ പേര് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് സ്മോൾ പോക്സ് ഇമ്മ്യൂണൈസേഷൻ ബിക്കം മാൻഡേറ്ററി 1853. ഇംഗ്ലണ്ടില് വെയിൽസ് എന്തുകൊണ്ടുവന്നു, സ്മോൾ പോക്സ് ഇമ്മ്യൂണൈസേഷൻ, ചെറിയ അതായത് കസൂരി പോലുള്ള ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അത് ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയുള്ള മാൻഡേറ്റഡ് പവർ എങ്ങനെയൊക്കെയാണെന്നുള്ളത് 1853 ഉണ്ടാക്കിയത്. 30 years after ജെന്നേഴ്സ് പാസിംഗ്, 30 വർഷം അതിനുവേണ്ടി ജെന്നേഴ്സ് ശ്രമിച്ചു എന്നാണ് പറയുന്നത്. മോർ ദാൻ സെഞ്ചുറി ഓഫ് സ്മോൾ പോക്സ് ഡിസീസ് ക്ലൈംഡ് മില്യൺ ഓഫ് ഇയേഴ്സ് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റഡ് ഓഫ് വാക്സിൻ. ഈ വാക്സിൻ മുഖേന നമുക്ക് ഇത് മൊത്തത്തിൽ മാറ്റം. ഈ രോഗങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം, ഈ രോഗങ്ങൾക്കെല്ലാം മരുന്ന് എന്ന് പറയുന്നത് ആ രോഗത്തിനെ പ്രിവെന്റ് ചെയ്യുന്ന, ആ രോഗത്തിനെ ഡിസ്കവർ ചെയ്തിട്ട് തന്നെയായിരിക്കും അതിന് മരുന്നുണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അവര് എല്ലാ രോഗങ്ങൾക്കും ഒരു ഇമ്മ്യൂണൽ പവർ ഉണ്ടാക്കാൻ ശ്രമം നടത്തിയത്. The prevalence of infectious diseases such as measles, whooping cough, എന്തിനൊക്കെ വേണ്ടി പ്രിവലൻസ് നടത്തിയവര്, ഡിസീസസ് such as measles, ഡിസീസ് എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, ഇത് എന്താ പറയാ, ഇത് മറ്റേ പണ്ട് എപ്പോഴും എല്ലാവർക്കും വരുന്ന ഒരു രോഗമാണ് ഈ, എന്ന് പറയാൻ ഇപ്പൊ മലയാളത്തിൽ പേര് കിട്ടില്ല, വൂപ്പിംഗ് കഫ്,
ടെറ്റനസ്, റുബല്ല, ഫ്ലൂ, പോളിയോ, യെല്ലോ ഫീവർ, മഞ്ഞപ്പിത്തം, ന്യൂമോക്കൽ ഡിസീസ് ആൻഡ് മെനിങ്കോക്കൽ ഡിസീസ്, അതായത് ന്യൂമോണിക്കൽ ശരീരവുമായി ബന്ധപ്പെട്ട ഉള്ളിലുള്ള ഈ പകർച്ചവ്യാധികളെ കുറിച്ചും അങ്ങനെയുള്ള ഒരു രോഗങ്ങൾ ഉണ്ടാവില്ലേ, മറ്റേ ചുമ, പോളിയോ, മഞ്ഞപ്പിത്തം, കോളറ, ടെറ്റനസ്, അതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് വാക്സിനേഷൻസ് പിന്നീട് അതിന് കൊണ്ടുവന്നതിന് ശേഷം എന്താണ് രോഗങ്ങളൊക്കെ ഒരു ഡിക്രീസ് ചെയ്യാൻ ഡോക്ടർക്ക് ഒരു പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. അപ്പൊ വാക്സിനേഷൻ എന്താണ്, ഇമ്മ്യൂണൈസേഷൻ എന്താണെന്നുള്ള രണ്ട് കാര്യങ്ങൾ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാക്സിനേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് അഡ്മിനിസ്ട്രിങ് വാക്സിൻ ടു ദ ബോഡി ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ഇമ്മ്യൂണിറ്റി ടു എ പർട്ടിക്കുലർ ഡിസീസ്. അപ്പോ അതൊരു പർട്ടിക്കുലർ ഡിസീസിന് വേണ്ടി നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കി കൊടുക്കാം. ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ അതിനെ തടയാൻ വേണ്ടിയാണ് നമ്മൾ വാക്സിൻ എടുക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിലേക്ക് ആ രോഗം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരം അത് ചെയ്യണം, പ്രതികരിക്കണം. ആ രോഗത്തിന് വേണ്ടി നമ്മുടെ പ്രതിരോധ ശേഷി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അതിന് വേണ്ടിയുള്ള വാക്സിനേഷൻ. ബോഡി ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ഇമ്മ്യൂണിറ്റി ടു എ പർട്ടിക്കുലർ ഡിസീസ്. അപ്പൊ ആ പർട്ടിക്കുലർ ഡിസീസിന് വേണ്ടി ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ വാക്സിൻ ചെയ്യുന്നത്. ഇമ്മ്യൂണൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, പ്രോസസ് ബൈ വിച്ച് എ പേഴ്സൺ റിസീവ്സ് വാക്സിനേഷൻ ടു പ്രൊവൈഡ് ദം ഡിസീസ് പ്രൊട്ടക്ഷൻ. ആ രോഗത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഇപ്പൊ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്കതിന് പെട്ടെന്ന് അത് പ്രശ്നങ്ങൾ, അത് വലിയ രോഗമായി മാറുന്നതിന് മുമ്പ് അതിന് തടയാൻ വേണ്ടി വാക്സിൻ ചെയ്യിച്ചു അതിന് പ്രതിരോധ ശേഷി കിട്ടാനാണ് ഉദ്ദേശിക്കുന്നത്, ഇമ്മ്യൂണൈസേഷൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു, സയൻസ് ആൻഡ് ടെക്നോളജി, ഇവരുടെ കാലഘട്ടം കഴിഞ്ഞു. ഈ ഏർലി ഫ്യൂ ഇയേഴ്സ് ബാക്കില് കുറെ എഡ്വേർഡ് ജെന്നർ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കുറിച്ച് സംസാരിച്ചു. ഹിപ്പോക്രാറ്റസ്, ലൂയിസ് പാസ്റ്റർ, റോബർട്ട് കോച്ച്, അവരൊക്കെ ഒരു ഫിഗർ നമ്മുടെ മെഡിക്കൽ മേഖലയിലേക്ക് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു അല്ലെ. വാക്സിൻ കണ്ടുപിടിച്ചു വന്നു. എഡ്വേർഡ് ജെന്നർ ആണെങ്കിലോ കൗപോക്സ്, അതായത് വാക്സിനേഷൻ എന്നൊരു ടേം കൊണ്ടുവന്നത് പുള്ളിയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് ശേഷം പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എഫക്ട് ഓഫ് ഹെൽത്ത്, സയൻസും ടെക്നോളജിക്കലും അഡ്വാൻസ് ചെയ്തതിനു ശേഷം എന്താണ് നമുക്ക് ഹെൽത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഫോർ എക്സാമ്പിൾ, ഡെവലപ്മെന്റ് ഓഫ് മൈക്രോസ്കോപ്പ് ആൻഡ് സബ്സിക്വന്റ് ഡിസ്കവറി മൈക്രോ ഓർഗാനിസം ഫണ്ടമെന്റലി ഓൾട്ടേർഡ് അവർ. അതായത് നമുക്ക് മൈക്രോ ഓർഗാനിസം, മൈക്രോസ്കോപ്പിക് സ്റ്റഡീസ് ഒക്കെ കൊണ്ടുവന്നു. അതുകൊണ്ട് എന്താണ് റോബർട്ട് കോച്ചാണ് പ്രിഡിനോമിനന്റ് ലൂയിസ് പാസ്റ്റർ ആൻഡ് റോബർട്ട് കോച്ച് ജെം തിയറി ആൻഡ് പ്രിഡോമിനന്റ് ഡിസ്കഷൻ ഓഫ് ഇൽനസ് കോസസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇൽനസ് കോസസ് രോഗം പകരുന്നത് തടയാനുള്ള ഇതിനെ കുറിച്ച് ആദ്യമായിട്ട് ലൂയിസ് പാസ്റ്റർ, റോബർട്ട് കോച്ച് ഒക്കെ ജെം തിയറി വെച്ച് കീടങ്ങളെ കുറിച്ചുള്ള തിയറികളൊക്കെ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മൈക്രോ ഓർഗാനിസത്തിന്റെ വലിയ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു. വാക്സിൻസും അതിനൊക്കെ വേണ്ടിയുള്ള കുറെ ലാബുകളും ടെക്നോളജിക്കലും അഡ്വാൻസ് ചെയ്തു. അപ്പൊ അതാണ് പറയുന്നത്. പിന്നെ അടുത്തത് ഹിസ്റ്റോറിക്കൽ ഗ്രോത്ത് ഓഫ് പബ്ലിക് ഹെൽത്ത് വാസ് സിഗ്നിഫിക്കന്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ന്യൂ ഫീൽഡ് ഓഫ് എപ്പിഡമോളജി. എപ്പിഡമോളജി ഫസ്റ്റ് സ്റ്റഡിയുടെ 1662 ജോൺ ഗ്രാൻഡ് ബ്രോട്ട് സ്റ്റഡി ചെയ്തത്. അയാൾ എഴുതിയ ബുക്കാണ് നാച്ചുറൽ ആൻഡ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ. അത് ചിലപ്പോൾ ചോദിക്കുക ഏത് വർഷമാണെന്ന് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. എപ്പിഡമോളജി വാസ് ഫസ്റ്റ് സ്റ്റഡിഡ്. എപ്പിഡമോളജിയെ കുറിച്ച് ആദ്യമായിട്ട് സ്റ്റഡി ചെയ്ത് 1662 എപ്പോൾ ജോൺ ഗ്രാൻഡ് എഴുതിയതാണ്. അത് അയാൾ എഴുതിയൊരു ബുക്കാണ് നാച്ചുറൽ ആൻഡ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻസ്. പിന്നെ പിന്നെ എപ്പിഡമോളജി വാസ് ഡെവലപ്ഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ 18th. എപ്പിഡമോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 18th century മിഡിൽ ആയപ്പോഴാണ് കേട്ടോ അതിനെ കുറിച്ച് ഡെവലപ്പ് ചെയ്തത്. റിസർച്ച് ജെയിംസ് ലിൻസ് സർവേ സ്റ്റഡി, അതിന്റെ റിസൾട്ട് കൊണ്ടുവന്നത് ജെയിംസ് ലിൻസ് സർവേ സ്റ്റഡി മുഖേനയാണ് അതിന്റെ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. A study പറയുന്നത് a study titled sanitary conditions of the laboring populations was, അതായത് ലേബർ തൊഴിലാളികളുടെ ഇടയിൽ എങ്ങനെയെല്ലാം ലേബറിംഗ് പോപ്പുലേഷൻസ് ജനസംഖ്യ ആ സമയത്ത് എങ്ങനെയെല്ലാം സാനിറ്ററി കണ്ടീഷൻസ് അവിടുത്തെ എൻവയോൺമെന്റിലൊക്കെ നോക്കുന്നതിന് വേണ്ടിയുള്ള ഇതൊക്കെ അൺക്ലീൻ ആയിട്ടുള്ള വാട്ടർ സോഴ്സസ് ആണോ, ക്ലീൻ ആയിട്ടാണോ, ഇൻഎഫക്റ്റീവ് സീവേജ് സിസ്റ്റം, അതായത് ഈ വേസ്റ്റുകളൊക്കെ പോകുന്നതിന് വേണ്ടിയുള്ള സീവേജ് സിസ്റ്റംസ് കറക്റ്റ് ആണോ, സ്ലം ഹൗസിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും അവോയ്ഡബിൾ ഡെത്ത് ഇല്ലാതിരിക്കാൻ, മരണസംഖ്യ കുറയ്ക്കാൻ, എവരി ഇയർ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഏരിയാസിലെ ആളുകൾക്ക് കുറെ ഡെത്തുകൾ, ശ്വാസപരമായ റെസ്പിറേറ്ററി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, അതൊക്കെ കുറയ്ക്കാനും ലങ്സ് പ്രോബ്ലംസ് കുറയ്ക്കാനൊക്കെ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
അപ്പൊ ചില ആളുകൾ ഒരു റൈറ്റർ പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ചാഡ്വിക് ഓൾസോ അഡ്വക്കേറ്റഡ് ഫോർ ദ ഗവൺമെന്റ് ടു ബി ചാഡ്വിക്കിനെ കുറിച്ച് പറയുന്നത് ചാഡ്വിക് ഓൾസോ അഡ്വക്കേറ്റഡ് ആണ്. അയാൾ എന്ത് പറയണു, ടു ബി ചാർജ് ഓഫ് ക്ലിയറിംഗ് സീവേജ് സപ്ലൈയിങ് പൈപ്പ്ഡ് വാട്ടർ. അപ്പൊ അതായത് അതിന് വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു സപ്ലൈ പൈപ്പ്ഡ് വാട്ടർ കൊണ്ടുവരാൻ ഗവൺമെന്റ് മുഖേന കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ എന്താണ് ദ ഗ്രേറ്റ് ഹൈജീൻ അവേക്കനിങ് ന്യൂറോ ചാഡ്വിക്സ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഒരു രീതിയിൽ ചാഡ്വിക്സ് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുമല്ലോ, ഓരോരുത്തരുടെ രോഗപ്രശ്നങ്ങൾക്ക് റിപ്പോർട്ട് ഉണ്ടാക്കുമല്ലോ. ആ റിപ്പോർട്ടിലാണ് ഈ പറയുന്നത് മെയിനായിട്ടുള്ള ഹൈജീനിക് അവേക്കനിങ്, ഹൈജീനിക് ഇല്ലാത്തത് കൊണ്ടാണ് രോഗങ്ങൾ വരുന്നത് എന്നുള്ളവരാണ് പറയുന്നത്. ഹൈജീനിക് നമ്മുടെ വൃത്തിയില്ലായ്മയാണ് ഉദ്ദേശിക്കുന്നത്. സബ്സിക്വന്റ് ഹൈജീനിക് മൂവ്മെന്റ് മാർക്കറ്റ് സിഗ്നിഫിക്കന്റ് ടേണിംഗ് പോയിന്റ് ഓഫ് ഡെവലപ്മെന്റ് പബ്ലിക്. സബ്സിക്വന്റ് ആയിട്ടുള്ള ഹൈജീനിക് മൂവ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് എന്താണ് നമ്മുടെ ഡെവലപ്മെന്റ് പബ്ലിക് ഹെൽത്ത് ഡെവലപ്മെന്റ് ചെയ്യാത്തത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹൈജീൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. മനസ്സിലായോ? അത് ഒരുപാട് ആളുകൾ നമുക്ക് അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ ഒരുപാട് ക്ലിനിക്കൽ കെയറിനെ കുറിച്ചും അതൊക്കെ പറയുന്നുണ്ട്. ഇതില് ടൈമിലും ഡിസ്കവറി ആൻഡ് ഡെവലപ്മെന്റ് ആന്റിബയോട്ടിക്സ്, ഓരോ ടൈമിലും കണ്ടുപിടിച്ച ആന്റിബയോട്ടിക്സിനെ കുറിച്ചാണ് പറയുന്നത്. 1930 പെനിസിലിൻ, കുറെ പെനിസിലിൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വായിച്ചപ്പോഴും കിട്ടില്ല കേട്ടോ, അത്രയും ടഫ് ആയിട്ടുള്ള വേർഡുകളാണ്. സുഫോനോമിക്സ്, പെനിസിലിൻ 1945. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ടെട്രാസിലിൻ, മോത്തിസിലിൻ, ആംപിസിലിൻ, വെൻകോമൈസിൻ, എറിത്രോമൈസിൻ, ലിൻസോളിഡ്, ഡെപ്ലോമൈസിൻ, ഇതൊക്കെ 2005 കൊണ്ടുവന്ന കുറെ വാക്സിനേഷൻ, അതായത് ആന്റിബയോട്ടിക്സ് ആണ്. രോഗങ്ങളെ പ്രതിരോധ ശേഷി കൊണ്ടുവരാനുള്ള ആന്റിബയോട്ടിക് സെന്ററുകളും ഒക്കെ നമുക്ക് ഇപ്പൊ അവൈലബിൾ അല്ലെ. അത് ഒക്കെ വന്നതിന് ശേഷമാണ് ഇത്രയും രോഗത്തിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇത്രയും പ്രിവെന്റ് ചെയ്യലൊന്നും അന്ന് നടന്നിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ അന്നും വലിയ വാക്സിനേഷൻ ഒക്കെ കൊണ്ടുവന്നെങ്കിലും രോഗങ്ങളെ ഇത്രയും തുടച്ചു മാറ്റാനൊന്നും നമുക്ക് സമൂഹത്തിന് സാധിച്ചിട്ടില്ല. ഒരുപാട് ആളുകൾ അന്നും ആ രോഗങ്ങൾ വന്ന് ഡെത്ത് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സംബന്ധിച്ച് ഒരുപാട് എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ ആന്റിബയോട്ടിക് സെന്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് റിസർച്ച് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ലേമോൾ ഷട്ടക് മാസച്യൂസെറ്റ്സ് ബോക്സ് സെല്ലർ ആൻഡ് statistician carried out a survey in hygienic conditions and അതായത് ഹൈജീനിക് കണ്ടീഷൻസ് എങ്ങനെയാണെന്നുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. മാസച്യൂസെറ്റ്സ് സാനിറ്ററി കമ്മീഷൻ 1850 ചാഡ്വിക്കിയൻ മോഡൽ എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. അതൊക്കെ അങ്ങനെ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ ഓരോ ഇംപ്ലിമെന്റേഷൻസും റൂട്ടീൻ അതൊക്കെ നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ രോഗങ്ങളെ കുറിച്ചും ട്യൂബർക്യുലോസിസ്, ആൽക്കഹോളിസം ഇതിനെ കുറിച്ചും മെഡിക്കൽ പ്രൊഫഷണൽസ് പ്രിവെന്റീവ് മെഡിസിൻസ് ഉണ്ടാക്കാനും ട്രെയിനിങ് സെന്റേഴ്സ് കൊണ്ടുവന്നു. പിന്നെ ലോക്കൽ സാനിറ്ററി അസോസിയേഷൻ ഫോർ ഗാദറിംഗ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഡേറ്റ, ലോക്കൽ സാനിറ്ററി അസോസിയേഷൻസ് ഉണ്ടായിരുന്നു. അതിനെന്തിനാണ് ഈ ഡേറ്റാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അവര് ഹെൽത്ത് ലോക്കൽ ബോർഡിൽ എങ്ങനെയൊക്കെ, അതൊക്കെ കുറിച്ചുള്ള കുറെ സാനിറ്ററി റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നു. പേഴ്സണൽ ഹൈജീൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. കാര്യങ്ങളുണ്ട്. ഇത് ഒരുപാട് പഠിച്ചത് വേണ്ട, അത്രയും ഡീപ്പായിട്ടൊന്നും പോകണ്ട നിങ്ങൾക്ക്. പിന്നെ ഇത് ഇങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഗവൺമെന്റ് ബിഗാൻ ഡെവലപ്പിംഗ് നാഷണൽ പ്രോഗ്രാംസ് ബിഗിൻ ചെയ്തു. രോഗങ്ങളെ കുറിച്ച് പറയുമ്പോ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ലൈക്ക് മലേറിയ ആൻഡ് ട്യൂബർകുലോസിസ് ഉണ്ടായിരുന്നു അല്ലെ. അതൊക്കെ മലേറിയ നല്ലതായിട്ട് ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. വിത്തൗട്ട് ഹെൽപ്പ് ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ലൈക്ക് ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. നമുക്ക് അതിന്റെ ഇൻക്ലൂഡ് ആയിട്ട് നമുക്ക് ഒരു ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഡിസീസിനെ കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്താനായിട്ടുള്ള ഓർഗനൈസേഷൻസ് നമുക്ക് ഉണ്ടായിരുന്നത്. WHO ഫൗണ്ടഡ് ഓൺ 7th April 1948 WHO ഫൗണ്ട് ചെയ്തത് കേട്ടോ. അപ്പൊ അതെന്തുകൊണ്ടാണ് ഗവൺമെന്റ് ലാംഗ്വേജ്. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ വന്നതുകൊണ്ട് നമുക്ക് എന്ത് ഗുണം ഉണ്ടായത്, ലാർജ് സ്കെയിൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ്, സിമിലർ മാനർ ലാർജ് സ്കെയിൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ് അത് ശേഷി കൊണ്ടുവരാനും ആ രോഗത്തെ പ്രിവെന്റ് ചെയ്യാനുള്ള കുറെ മാനേഴ്സ് കൊണ്ടുവന്നു. അങ്ങനെ വരുമ്പോൾ സ്മോൾ പോക്സ് വാസ് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റഡ് വേൾഡ് വൈഡ്. 1960-80 ആയപ്പോഴേക്കും മസൂരിയില് തുടച്ചു മാറ്റാൻ, ലോകത്ത് നിന്ന് മാറ്റാൻ പറ്റി. അതേപോലെ വാക്സിൻ എഫോർട്ട് ആയിട്ട് വന്നു, സർവൈലൻസ് പ്രോഗ്രാം, പ്രിവെന്റീവ് മെഷേഴ്സ് കൊണ്ടുവന്നു. അങ്ങനെ over the past 150 years, പിന്നെ ഒരു 150 years over the past കഴിഞ്ഞപ്പോൾ 2 factors are modern public health system വന്നു. First, the growth scientific knowledge.
സയന്റിഫിക് നോളജ്, സയന്റിഫിക് വിവരങ്ങളെ കുറിച്ച് ഒരു വളർച്ച ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, എങ്ങനെ ഡിസീസ് കൺട്രോൾ ചെയ്യാം അതിനെ കുറിച്ച്. പിന്നെ പബ്ലിക് അക്സെപ്റ്റൻസ്, പബ്ലിക്കിൽ എങ്ങനെയുള്ള രോഗങ്ങൾ സ്പ്രെഡ് ആവാം, അവിടുത്തെ പോസിബിലിറ്റി എങ്ങനെയാണ്, പബ്ലിക് റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ നമുക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞ ക്ലെയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ 1988 ആണ് ഇതിനെക്കുറിച്ച് പബ്ലിക്കിന്റെ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചും ഒക്കെ നമുക്ക് നോക്കി. അതിന്റെ കൺട്രോൾ എങ്ങനെയാണ്, ഡിസീസ് കൺട്രോളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതും തോത്തിന്റെ പബ്ലിക് അക്സെപ്റ്റൻസിന്റെ വളർച്ചയെ കുറിച്ചും വിവരം, അതിന്റെ രോഗങ്ങളെ വ്യാപനയെ കുറിച്ചൊക്കെ നോക്കിയിരുന്നത് അന്ന് ക്ലെയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ മെഡിസിൻസ് 1988. അപ്പൊ അതൊക്കെയാണ്. പിന്നെ സിഗ്നിഫിക്കന്റ് ആണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന് പോണില്ല കേട്ടോ. പിന്നെ അങ്ങനെ സാനിറ്ററി കോൺസെപ്ഷൻസും എൻവയോൺമെന്റലിലെ പ്രശ്നങ്ങൾ മാറ്റാനുള്ള ഇമ്പ്രൂവ്മെന്റ്സും ലൈഫിൽ ചേഞ്ചസ് വരാനും, പിന്നെ ഡയബറ്റിക് ക്യാൻസർ, ഇമ്മ്യൂണിക്കബിൾ ഡിസീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ക്യാൻസർ സെന്ററുകളും ഒക്കെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അന്ന് അങ്ങനെ അത്ര ക്യാൻസർ സെന്റേഴ്സ് ഒന്നും ഇല്ല അല്ലെ. ചില രോഗങ്ങൾ വന്ന് മരിച്ചാൽ പോലും നമുക്ക് എന്ത് രോഗം കൊണ്ടാണ് വന്നതെന്ന് പോലും നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്. പിന്നെ കീ ടേംസ് പറയുന്നത്, ഒരു കീ ടേംസ് എന്ന് പറഞ്ഞ ഒരു ബോക്സിൽ കൊടുക്കുന്നത് എന്തൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞത്, രോഗത്തെ പ്രതിരോധിക്കാൻ രോഗങ്ങൾക്കുള്ള മരുന്നുകളെ കുറിച്ചുള്ള സെർച്ചും മെഡിക്കൽ അലൈഡ് ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് കീ ടേംസ് ക്ലിനിക്കൽ കെയർ. ക്ലിനിക്കൽ കെയർ ഓപ്പൺ നോ ആസ് എ ഹെൽത്ത് കെയർ. ക്ലിനിക്കൽ കെയർ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ആണ്, ഇസ് ദ പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഇൽനെസ്, വെൽബീയിങ് സർവീസസ് ആണ്. നമുക്കൊരു ആളുകൾക്ക് ഹെൽത്ത് കണ്ടീഷൻസ് ഓക്കെയാക്കി ശരി ശാരീരിക പ്രശ്നങ്ങൾ ഇല്ലാതെ ആക്കുന്ന ഒരു ക്ലിനിക്കൽ കെയറുകളൊക്കെ കൊണ്ടുവരിക. പബ്ലിക് ഹെൽത്ത് സിസ്റ്റം റെഫേഴ്സ് ടു പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പബ്ലിക് non-profit organization refers to all public, എല്ലാ പബ്ലിക്കിനും പ്രൈവറ്റിനും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിനും that help in jurisdiction supply necessary public health services. എല്ലാവർക്കും സഹായകരമായിട്ടാണ് എന്താണ് പബ്ലിക് ഹെൽത്ത് സർവീസസ് കൊണ്ടുവന്നത്. അതില് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം കോൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഏജൻസി, സ്റ്റേറ്റിലെ അല്ലെങ്കിൽ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഏജൻസീസിനെ മുഖേന കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, പിന്നെ പബ്ലിക് സേഫ്റ്റി ഓർഗനൈസേഷൻസ്, ഹ്യൂമൻ സർവീസ് ചാരിറ്റി ഓർഗനൈസേഷൻസ്, ഓർഗനൈസേഷൻ പ്രൊമോട്ട് എഡ്യൂക്കേഷൻ ആൻഡ് യൂത്ത് ഡെവലപ്മെന്റ്, ഓർഗനൈസേഷൻ ഇൻവോൾവ് റിക്രിയേഷൻ ആൻഡ് ആർട്സ്. ഇതൊക്കെ കാര്യങ്ങളാണ്. ഏഴാമത്തെ ഓർഗനൈസേഷൻ ഇൻവോൾവ് ബിസിനസ് ആൻഡ് ഫിലാന്ത്രോപ്പി. ഫിലാന്ത്രോപ്പി എന്ന് വെച്ചാൽ ഈ എന്താ പറയാ, അതിന് ഫിലാന്ത്രോപ്പി എന്ന് നമ്മളൊരു വേർഡ് പറയുമല്ലോ. ഏജൻസീസ് ആൻഡ് ഓർഗനൈസേഷൻ ദാറ്റ് കൺസിഡർ എൻവയോൺമെന്റൽ ഏജൻസീസ്. പിന്നെ ഓർഗനൈസേഷനിലുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളെ കുറിച്ച്, പിന്നെ ഓർഗനൈസേഷൻസ് അതിനെ കുറിച്ച്, പിന്നെ ഓർഗനൈസേഷൻ പ്രൊമോട്ട് എഡ്യൂക്കേഷൻ, യൂത്ത് ഡെവലപ്മെന്റ്, യൂത്തിലെ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെ കുറിച്ച്, ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസ് കൊണ്ടുവന്നു. ഇതൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഏജൻസീസ് ആൻഡ് ഓർഗനൈസേഷൻ തന്നെ കൺസേൺ, ഏതൊക്കെ ഏജൻസീസ് ഓർഗനൈസേഷൻസ് എൻവയോൺമെന്റിൽ കൺസേൺ ചെയ്യേണ്ടി വന്നു പബ്ലിക് ഹെൽത്ത് വേണ്ടി. ഇതൊക്കെ കോൺസെപ്റ്റ് ആണ് പറയുന്നത്. ഇപ്പൊ നോക്കണം, എക്സാമിന് പഠിക്കേണ്ട ഭാഗങ്ങളാണ്. പിന്നെ എപ്പിഡമിക് ഔട്ട് ബ്രേക്ക് ഇസ് വെൻ മോർ കേസസ്, അതായത് നമ്മള് ബിഹേവിയറൽ പാറ്റേൺ കൊണ്ട് ഹെൽത്ത് ആരോഗ്യപരമായ പ്രശ്നങ്ങളെ കുറിച്ച് കേസസ് നടത്തി, ഡിസീസ് രോഗങ്ങളെ കുറിച്ച് ഒരു കേസ് നടത്താനുള്ള, എങ്ങനെ ഇത് ഔട്ട് ബ്രേക്ക് ആകുന്നു എന്നുള്ള പ്രശ്നങ്ങളെ കുറിച്ച്. or another health related occurrence then would be expected under normal circumstances community or region. എങ്ങനെയെല്ലാം നോർമൽ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു റീജിയൻ ഇതെല്ലാം എങ്ങനെ നോർമൽ ഇത് എങ്ങനെ കൊണ്ടുവരാം, ഇത് ഔട്ട് ബ്രേക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടത്തി. എപ്പിഡമിക് റിസൾട്ട് വരുന്നത്, എപ്പിഡമിക് ഏറ്റവും കൂടുതൽ വരുന്നത് എക്സ്റ്റെൻസീവ് ഇമ്പാക്റ്റോടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലേക്ക് ആയിരിക്കും ഇമ്പാക്ട് ചെയ്യുന്നത്, പോപ്പുലേഷൻ ഏരിയാസിലേക്ക് ആയിരിക്കും. അപ്പൊ അവിടെയുള്ള കാര്യങ്ങളിൽ മനസ്സിലാക്കി അവിടെ രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഔട്ട് ബ്രേക്ക് ചെയ്യാം. പിന്നെ പാൻഡമിക് ഡിസീസ് ഔട്ട് ബ്രേക്ക്. എങ്ങനെയാണ് പാൻഡമിക് ഡിസീസ്? പാൻഡമിക് പകർച്ചവ്യാപനം. എപ്പിഡമിക് എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയാ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഉള്ളിലുള്ള നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ. അതായത് ഓൾസോ
both terms can be used interchangeably. Epidemic often denote wider geographic spread illness, ailments-related incidents. Incidents in larger than expected rise in the number of endemic disease reports in outbreak. അതായത് endemic നമ്മുടെ ഉള്ളിലുള്ള ശാരീരികമായ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള അവയർനെസ്, എൻവയോൺമെന്റൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്കുള്ള പ്രശ്നങ്ങളെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ. With a pandemic disease outbreak that has spread over wide area. Wide areas spread areas such as several continents or perhaps entire planet. ഒരു കോണ്ടിനെന്റ്സിനുള്ളിൽ ഏഷ്യ കോണ്ടിനെന്റ് അതുപോലത്തെ കോണ്ടിനെന്റിനുള്ളിൽ മൊത്തം വരാം. ഏഷ്യയുടെ കോണ്ടിനെന്റ് വന്നാണ് ഇപ്പൊ കൊറോണ വൈറസ് വന്നത്. അത് ചൈനയിലല്ല വന്നത്. ചൈന ഏഷ്യൻ കോണ്ടിനെന്റിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഇത് ഫസ്റ്റ് ഓൺലി എഫക്റ്റീവ് വുഹാൻ ആദ്യം വന്നത് ഫോർ ഇൻസ്റ്റൻസ് COVID-19 ഫസ്റ്റ് ഓൺലി എഫക്റ്റീവ് വുഹാൻ ചൈനയാണ് ബിഫോർ ബിക്കമിങ് എപ്പിഡമിക്. And the wide global spread, wide globally spread of COVID-19 made it a pandemic disease. Illness that is perpetually prevalent in place in among population is called endemic. Illness rogam vyapanam അല്ലെങ്കിൽ അസുഖത്തിനെ കുറിച്ച് ഒരു പ്രിവലന്റ് ആ പ്ലേസിൽ ഒരു പോപ്പുലേഷൻസ് ആയിട്ടുള്ള ജനസംഖ്യ കൂടി നിൽക്കുന്ന പ്ലേസിൽ അതിനുവേണ്ടി പ്ലേസിൽ എന്ത് ചെയ്തു എൻഡമിക് ചെയ്യണം. അവിടെ ഒരു പ്രിവിലേജ് കൊടുക്കാൻ പറ്റി പാൻഡമിക് ഡിസീസ് വന്ന സമയത്ത്. ടിപ്പിക്കലി ദ ഫ്രൈസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സംതിങ്. അതൊക്കെ നമ്മൾ അതായത് ഫ്രൈസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സംതിങ് ദാറ്റ് ഈസ് ഇൻഡിജീനിയസ് certain nation or people consider malaria in the nations of Africa. ആഫ്രിക്കയിൽ മലേറിയ വന്നപ്പോൾ എന്ത് ചെയ്ത് അതിനെ കൺസിഡർ ചെയ്ത് അതിനൊരു അവിടുത്തെ ജനങ്ങൾക്കൊരു ഇതെങ്ങനെ ടിപ്പിക്കലി ഇത് ഫേസ് ചെയ്യാം, ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന്, അതായത് സംതിങ് ഇതിനൊരു പ്രിവെന്റ് ഉണ്ടാക്കാനൊക്കെ നോക്കി. അതുപോലത്തെ രോഗങ്ങളാണ് സ്പ്രെഡ് ചെയ്യുന്നത്. പാൻഡമിക് ഡിസീസിനെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. ഇപ്പോ പറയുന്നത് സയൻസസ് ഓഫ് പബ്ലിക് ഹെൽത്ത്. പബ്ലിക് ഹെൽത്തിന്റെ ശാസ്ത്ര ശാഖയാണത്. പബ്ലിക് ഹെൽത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ട് പോകുന്നത്. നമുക്ക് നല്ല ഡിഫിക്കൽറ്റീസ് പ്രോബ്ലംസ് പോപ്പുലേഷൻ ലെവലിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒത്തിരി രോഗങ്ങൾ ഉണ്ടാവും. പബ്ലിക് ഹെൽത്ത് ഇൻവോൾവ് എന്താ പറയാ ദിസ് ഫീൽഡ്സ് ആർ അപ് ടു പബ്ലിക് ഹെൽത്ത് ടുഡേ. നമ്മൾ ഇന്ന് സയന്റിഫിക്കലി നമ്മൾ നോളജ്ഡ് ആണ് അല്ലെ. എല്ലാ കാര്യങ്ങളും ശാസ്ത്ര സാങ്കേതിക മേഖലകളൊക്കെ ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ എന്താണ് പബ്ലിക് ഹെൽത്ത് ടുഡേ ബയോളജി എന്തിനൊക്കെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സ്റ്റഡി ചെയ്യുന്നുണ്ട്. ബയോളജി, സൈക്കോളജി, കമ്പ്യൂട്ടർ സയൻസ്, സോഷ്യോളജി, ഇതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉള്ളത് കൊണ്ട് എന്താണ് ഒരുവിധം കാര്യങ്ങൾക്ക് അക്കാദമിക് സ്പെഷ്യാലിറ്റീസ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് സയന്റിഫിക് നോളജ് കൊടുക്കുന്നുണ്ട്. നമുക്ക് പബ്ലിക് ഹെൽത്തിന് കുറെ ശാസ്ത്രശാഖകളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല, നമുക്ക് സയൻസ് മേഖലകൾ ഒരുപാട് ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ വന്നിട്ടുണ്ട്. കുറെ എക്കണോമിക്സ് ആയിട്ട് ജിയോഗ്രഫി എഡ്യൂക്കേഷൻ കിട്ടുന്നത് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പബ്ലിക് ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ രോഗത്തെ തടയാൻ നമുക്ക് സാധിക്കും. രോഗം വരുമ്പോൾ ചികിത്സിക്കുന്ന രീതികളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലെ. അടുത്ത ഡിസിപ്ലിൻസ് വിത്തിൻ പബ്ലിക് ഹെൽത്ത്. എങ്ങനെയാണ് നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാം പബ്ലിക് ഹെൽത്തിൽ? Biologically, physically, and mental health are every member of society aim to public health. എല്ലാ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റിക്ക് എന്ത് വേണം? ഒരു ബയോളജിക്കലി, ഫിസിക്കലി, മെന്റലി ഒരു ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യോ സൊസൈറ്റിക്ക് അത് നല്ലൊരു ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെയാണ് പറയണത്. പിന്നെ അതില് ബിലോ ദ സ്പെസിഫിക് ഫണ്ടമെന്റൽ ഫീൽഡ്സ് ഓഫ് പബ്ലിക് എപ്പിഡമോളജി എക്സാമ്പിൾ പ്രിവലൻസ് ഡിസ്ട്രിബ്യൂഷൻ രോഗത്തെ കുറിച്ച്. അതില് 5 WS എക്സാമിന്റെ എപ്പിഡമോളജിസ്റ്റ് അത് പറഞ്ഞ എപ്പിഡമോളജിസ്റ്റുകള് 5 W വേർഡ്സ് ആണ് പറയുന്നത് എക്സാമിൻ ചെയ്യുന്നത്. ഡയഗ്നോസ്റ്റിക് ഓർ ഹെൽത്ത് ഇവന്റ് പാർട്ട്, എങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക് ഹെൽത്ത് ഇവന്റുകൾ കൊണ്ടുവരണം എന്നുള്ളത്. ഇൻഡിവിജ്വൽ ഒരു വ്യക്തികളിൽ നിന്നുള്ള കാര്യങ്ങൾ. പിന്നെ പ്ലേസ്, വേറെ എവിടെ ഏത് പ്ലേസിലാണ്. പിന്നെ വെൻ ഏത് സമയത്താണ് വന്നത്. വെൻ ആൻഡ് കോസസ് കാരണങ്ങൾ. റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ. വൈ, ഹൗ, എങ്ങനെ എന്നുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ്, എങ്ങനെയാണ് ട്രാൻസ്മിഷൻ നടത്തുന്നത്. ഇതിനെ കുറിച്ചുള്ള ഒരു പ്രിവലൻസും ഡിസിപ്ലിൻസ് ഉണ്ടാക്കിയെടുക്കാനാണ് ഹെൽത്ത് റിലേറ്റഡ് അപ്പിയറൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതെവിടെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് പബ്ലിക്കിലും അല്ലെങ്കിൽ വലിയ വലിയ പോപ്പുലേഷൻസ് ഒക്കെ ഉള്ള ഏരിയകളിലൊക്കെ ചെന്നിട്ടാണ് നമ്മൾ ഇതിനെ കുറിച്ചൊരു പബ്ലിക് ഹെൽത്തിനെ കുറിച്ചൊരു എക്സാമിൻ ചെയ്യുന്നു. എപ്പിഡമോളജിസ്റ്റ് എന്ന് വെച്ചാൽ രോഗവ്യാപനത്തെ കുറിച്ച് തടയുന്നതിന് വേണ്ടിയുള്ള കുറെ ആളുകളുണ്ടാവില്ലേ, പകർച്ചവ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള വ്യക്തികൾ. ഓക്കെ, അടുത്ത ന്യൂട്രീഷൻ.
ഡിസിപ്ലിൻസ് ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് ആണ് കേട്ടോ. അതൊക്കെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരാം. സയൻസ് ഓഫ് പബ്ലിക് ഹെൽത്ത്, ഡിസിപ്ലിൻസ് ഇൻ പബ്ലിക് ഹെൽത്ത്, എന്തെല്ലാം ഡിസിപ്ലിൻസ് ആണ് പബ്ലിക് ഹെൽത്തിന് കൊണ്ടുവരാൻ നോക്കുന്നത്. ഡിസിപ്ലിൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. പോസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് എല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലം തടയണമെങ്കിൽ നമുക്ക് ഒരു ഡിസിപ്ലിൻ അച്ചടക്കം വേണ്ടേ, അതെല്ലാവർക്കും വേണം അല്ലെ. പിന്നെ അടുത്ത ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ ഇസ് എന്താണ്? സ്റ്റഡി ഓഫ് ഫുഡ്. സ്റ്റഡി ഓഫ് ഫുഡ് ആണ്, ഇൻക്ലൂഡിങ് ന്യൂട്രിയൻസ്. നല്ല നല്ല ഫുഡുകൾ കഴിക്കുക, പ്രോട്ടീൻ നിറഞ്ഞ ഫുഡുകൾ കഴിക്കുക, വൈറ്റമിൻ നിറഞ്ഞ ഫുഡുകൾ കഴിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അതൊക്കെ എന്തിനു വേണ്ടിയാണ്? രോഗങ്ങൾ ഇല്ലാതിരിക്കാനാണ് അല്ലെ, രോഗങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാനാണ്. ചില ശരീരത്തിൽ പ്രതിരോധ ശേഷി ഉണ്ടാവില്ല. അപ്പൊ ചില രോഗങ്ങൾക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് പോകുമ്പോൾ അവർ പറയും ഈ ആൾക്ക് അതിനുള്ള ശേഷിയില്ല എന്നൊക്കെ പറയില്ലേ. നമ്മളൊക്കെ എന്ത് ചെയ്യണം? ഹെൽത്ത് ഒക്കെ ആക്കണം. അപ്പൊ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കണം, ബാലൻസ്ഡ് ഫുഡ് ആയിരിക്കണം അല്ലെ. നമ്മൾ ബാലൻസ്ഡ് ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്കത് അതിനെക്കുറിച്ച് ഒരു എന്താ പറയാ പ്രിവെന്റ് ചെയ്യാനും അതിന് പ്രതിരോധ ശേഷി ഉണ്ടാകാനൊക്കെ കിട്ടുള്ളൂ. എൻവയോൺമെന്റൽ ഹെൽത്ത് ആണ്. എൻവയോൺമെന്റൽ ഹെൽത്ത്, പബ്ലിക് ഹെൽത്ത് ഇസ് ഫണ്ടമെന്റൽ ഫീൽഡ് ഹെവിലി യൂട്ടിലൈസ്ഡ് നാച്ചുറൽ സയൻസസ്. പബ്ലിക് ഹെൽത്തിന് ഒരു ഫണ്ടമെന്റൽ ആയ ഏരിയയാണ് നാച്ചുറൽ സയൻസിന്റെ ഉള്ള ഒരു ഉപയോഗം, ഹെവിലി ഉപയോഗം. എൻവയോൺമെന്റൽ ഹെൽത്ത് സ്പെഷ്യാലിസ്റ്റ് കീപ്പ് ആൻഡ് ഐ ഓൺ പൊല്യൂഷൻ ലെവൽസ് ആൻഡ് റിസർച്ച് എഫക്ട് ഓഫ് ദ എൻവയോൺമെന്റ് ഹ്യൂമൻ ഹെൽത്ത്. എൻവയോൺമെന്റൽ സ്പെഷ്യലിസ്റ്റുകള്, ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് എന്ത് ചെയ്യുന്നത്? കീപ്പ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ എപ്പോഴും പൊല്യൂഷൻ ലെവൽ എങ്ങനെയായിരിക്കണം എന്നുള്ള റിസർച്ച്, അവരുടെ ഒരു ബോധവൽക്കരണം എപ്പോഴും ഹ്യൂമൻ ഹെൽത്തിനെ കുറിച്ച് കൊടുത്തിരിക്കും. എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം, അവര് എൻവയോൺമെന്റൽ ക്ലീൻ ആണ്, സഫീഷ്യന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണെന്നൊക്കെ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ വോളണ്ടറി നമുക്ക് ഫസ്റ്റ് ഡേ നമുക്ക് ഇനീഷ്യേറ്റീവ് കൊടുക്കാവുന്നതാണ്. ചെയ്യുന്നില്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇതില് പറയാനുള്ളത്. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം. പിന്നെന്താണ്? ബിഹേവിയർ സയൻസ്. ബിഹേവിയർ സയൻസ് എന്താണ്? നമ്മൾ എങ്ങനെയുള്ള സൈക്കോളജിയില്, സോഷ്യോളജി, ആന്ത്രപ്പോളജി ഫോക്കസ് നമ്മുടെ ബിഹേവിയർ സയൻസ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ പബ്ലിക് ഹെൽത്തിനോട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ ഒരു ഇൻഡിവിജ്വൽസ്, അവരുടെ ഇന്ററാക്ഷൻസ്, ഹ്യൂമൻ ഇന്ററാക്ഷൻസ് ഒക്കെ നോക്കിയിട്ടുള്ള ഇത്. അങ്ങനെ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ബിഹേവിയർ സയൻസ് ഇന്റിമേറ്റ്ലി ബോത്ത് ഇൻ തിയറി ഓഫ് പ്രാക്ടീസ്. അതായത് ബിഹേവിയർ സയൻസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. സൈക്കോളജി അതായത് നമ്മുടെ വീടുകളും സ്ഥലത്തും എന്തെങ്കിലും പ്രോബ്ലംസ് സൈക്കോളജിക്കലി മെന്റലി ഡിപ്രഷൻ വരാം, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതിരിക്കാൻ അവരുടെ അതിനു വേണ്ടിയുള്ള ശാസ്ത്ര മേഖലയാണ് ബിഹേവിയർ സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് സർവീസസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. ഹെൽത്തിന് സർവീസ് സേവനങ്ങൾ കൊടുക്കാനും അവർക്ക് ഒരു അതിനൊരു മാനേജ്മെന്റ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അവർക്ക് പ്ലാനിങ് കൊടുക്കാനും എന്ത് കാര്യത്തിൽ എന്ത് വേണം? പ്ലാനിങ്, ലീഡിങ്, കോർഡിനേറ്റിംഗ് ഒക്കെ വേണം മെഡിക്കൽ ഹെൽത്തിലാണെങ്കിലും എന്തിലും. അപ്പൊ നമ്മുടെ ഒരു നമ്മൾ പറഞ്ഞിട്ടില്ലേ മറ്റേ പബ്ലിക് ഒരു ഹോസ്പിറ്റലില് PRO ഉണ്ടാവില്ലേ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അതെന്താണ്? അത് അവർ അഡ്മിനിസ്ട്രേഷനാണ് അവിടുത്തെ. അവരാണ് അതിന്റെ കാര്യങ്ങളൊക്കെ, ഹോസ്പിറ്റൽസിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്നതും അവരുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, ഏതൊക്കെ മരുന്നുകളായിരിക്കണം, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവരുടെ അവയർനെസ് ഉണ്ടായിരിക്കണം അല്ലെ. അതിൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? നമ്മുടെ ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിൽ എടുക്കുന്ന രോഗങ്ങളെ കുറിച്ചുള്ള ഒരു വിവരങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് ഇന്ത്യയിൽ അതിനു വേണ്ടിയുള്ള ടൂൾസ്, മെത്തഡോളജി, സ്റ്റാറ്റിസ്റ്റിക് മെത്തഡോളജിക്ക് ഉണ്ട് കേട്ടോ. അത് മെൻഷൻ ചെയ്തിട്ട് വേണം പബ്ലിക്കില് എൻവയോൺമെന്റിൽ എന്തെല്ലാം പബ്ലിക്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് കണ്ടോ? പബ്ലിക് ഹെൽത്ത് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ പ്രോബ്ലം എന്ന് പബ്ലിക് ഹെൽത്ത് അപ്രോച്ച് വാട്ട് ഇസ് ദ പ്രോബ്ലം, ആദ്യം എന്താണ് പ്രോബ്ലം മനസ്സിലാക്കുക, ഡിഫൈൻ ദ പ്രോബ്ലം കൊടുക്കുന്നുണ്ട്. വാട്ട് ഇസ് ദ കോസ്, ഐഡന്റിഫൈ റിസ്ക് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ്, എന്തൊക്കെ കോസസ് ആണ്, കാരണങ്ങൾ, ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ പറയുന്നത് വാട്ട് വർക്ക്സ് ഫോർക്കും, എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കാമെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്.